ഞാൻ വളരെയധികം ഹാപ്പിയാണ് ഈ ഒരു ഗസ്റ്റിനെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പെണ്ണായാൽ പൊന്നു വേണം, പൊന്നും കുടമായിടേണം. അതൊന്നൊന്നു പഠിക്കുക. ഞാൻ അങ്ങനെ ഒന്നൊരു പഠിക്കും. ഇതാരാ പാടാമാണ്? MG ശ്രീകുമാർ കറക്റ്റ് ആയിട്ട് പാടും. MG ശ്രീകുമാർ മാത്രം പാടിയാൽ മതി. മമ്മൂട്ടി ആദ്യമായിട്ട് പാടിയത് കുട്ടികളുടെ പാട്ടാണ് ഞങ്ങളുടെ. ആണോ? അതേതായിരുന്നു? അന്ന് ഇതുപോലെ സ്പൂളില് 4 ട്രാക്ക് സ്പൂളിലാണ് ചെയ്യണത്. നമുക്ക് പോലെ കഥ നായരെ കസ്തൂരി നായരെ ഇങ്ങനെ 4 ആയിട്ടൊന്നും കട്ട് ചെയ്യാനും പറ്റില്ല, ഒറ്റയടിക്ക് പാടിക്കോളണം. ഇത് ഞങ്ങൾക്ക് എപ്പോഴും അങ്ങനെ ഒരു വാശിയുണ്ട്. ഇന്ന് ശോക രാഗങ്ങളൊക്കെ വരുമ്പോ അത് എടുത്തിട്ട് ഹാപ്പി ആക്കുക, ഹാപ്പി രാഗങ്ങളൊക്കെ എടുത്ത് ശോകമാക്കുക, ഇങ്ങനെയൊക്കെ ഞങ്ങൾ കുസൃതികളെ കാണിച്ചിട്ടുണ്ട്. ഇത് കേട്ടപ്പോ തന്നെ കടൽ കടന്ന് ആ കറക്റ്റ് ലൈവ് എന്ന് പറഞ്ഞാൽ ഒരു സിനിമയ്ക്ക് എന്താണ് ആ പാട്ടിലെ ആവശ്യം, അതാ ആറ്റിറ്റ്യൂഡ്, ഓരോ പാട്ടിന്റെ ആറ്റിറ്റ്യൂഡ്. എന്നാലേ ഡയറക്ടർമാർക്ക് ഇഷ്ടപ്പെടുള്ളൂ. ദിലീപിന്റെ അടുത്ത് ചെയ്യുമ്പോഴുള്ള ചെറിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളെ ഇട്ട് കസക്കി കളയും. ഒരു മാതരെ ട്യൂണൊന്നും ഇതിലേക്ക് ഇഷ്ടപ്പെടില്ല. കണ്ണിലുണ്ണിയാണേ കണ്ണനാണേ കൊച്ചു കൊമ്പനാണേ വമ്പനാണേ. ഒരെണ്ണവും ഹിന്ദി പടമാണ്, പിന്നെ ഒരെണ്ണം തേന്മാങ്ങ. അപ്പൊ പറഞ്ഞ അമ്മമ്മക്കളെ വായാടി. അപ്പൊ ഞാൻ അമ്മമ്മക്കളെ വായാടി എന്നുള്ള ആ വരി എഴുതിയത് ഗിരീഷ് അല്ല, അത് പ്രിയദർശനാണ്. ഹായ്, ഹലോ ആൻഡ് വെൽക്കം ടു BTF നെറ്റ്വർക്ക്. ഇന്ന് എനിക്കിപ്പം ജോയിൻ ചെയ്ത് ഞാൻ വളരെയധികം ഹാപ്പിയാണ് ഈ ഒരു ഗസ്റ്റിനെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബേണി സർ, നമ്മുടെ സ്വന്തം ബേണി സർ ആണ്. സർ നമസ്കാരം. നമസ്കാരം സർ. ഞാൻ കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട, ബേണി സർ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു ലെജൻഡ് ആണ്. അപ്പം എനിക്ക് തോന്നുന്നു സർ ലാസ്റ്റ് ചെയ്തിരുന്നത് 2019 നമ്മുടെ ആകാശഗംഗ 2 കൂടി നിർത്തിയിരിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പൊ വീണ്ടും നമ്മുടെ ഒരു സോങ്ങുമായിട്ട് വന്നിരിക്കുകയാണ്. 2 സോങ് ഉണ്ട്, രണ്ടും റിലീസ് ചെയ്ത്. ഒരു വടക്കൻ തേരോട്ടം റിലീസ് ഉടനെ തന്നെ ആവും ആ പടത്തിന്റെ. പക്ഷെ ഇത്തവണത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടനല്ല കോംബോയിൽ വരുന്നത് മകനാണ്. മൂത്ത മകൻ താൻസൺ, ബേണി ആൻഡ് താൻസൺ എന്നുള്ള ബാനറിലാണ്. എങ്ങനെയുണ്ട് ഇപ്പൊ മറ്റൊരു ജനറേഷൻ, ഇപ്പൊ യങ് ജനറേഷനൊപ്പം വർക്ക് ചെയ്യാണ്, ഇപ്പൊ എങ്ങനെ പോണു? ആക്ച്വലി വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ പോകുന്നുണ്ട്. അതായത് ജനറേഷൻ എന്നല്ല എന്റെ കാര്യം ഇരിക്കുന്നത്. മ്യൂസിക് എന്തോരം ഉള്ളിലുണ്ട്, വർക്ക് ചെയ്യാൻ എത്രത്തോളം കപ്പാസിറ്റി ഉണ്ട്, എത്ര ഹാർഡ് വർക്കിംഗ് മെന്റാലിറ്റി ആണ്, എത്ര ഇതിനോട് ഡെഡിക്കേറ്റഡ് ആണ്, ഇതൊക്കെയാണ് എന്റെ കാര്യം. ചേട്ടൻ ഞാനും കൂടി ചെയ്ത പോലെ തന്നെ ഒരു ഈഗോ ഇല്ല, ഒന്നുമില്ലാതെ തന്നെയാണ് പോകുന്നത്. ഇപ്പൊ ഞാനൊരു പല്ലവി അടുത്ത് ഞങ്ങളൊരു ഇന്റർനാഷണൽ ലെവലിലുള്ള സർക്കുലേറ്റ് ചെയ്യുന്ന ഒരു ക്രിസ്മസ് സോങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാനും കൂടി ഒരുമിച്ച്, സാധാരണ ചിലപ്പോൾ ഞാൻ രണ്ടുപേരും നേരത്തെ കമ്പോസ് ചെയ്ത് വെക്കും, കേൾപ്പിക്കും. ഇതങ്ങനെയല്ല, ഒരുമിച്ചിരുന്നാ ഒരുമിച്ചിരുന്ന് ചെയ്തിട്ട് ഞാനൊരു പാട്ട് ചെയ്തപ്പോ ഒരു സ്പീഡിൽ ചെയ്തു, പറഞ്ഞു അപ്പച്ച അതൊന്നും പറ്റില്ല, ഒരു സ്പീഡ് വേണം, എന്നാ പിന്നെ നീ ചെയ്. അപ്പൊ ഉടനെ പുള്ളി ചെയ്തപ്പോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. യങ് ജനറേഷനുമാണ്, എന്നാൽ അതിന്റെ അകത്തൊരു ഡെപ്തും ഉണ്ട് താനും. അപ്പൊ പിന്നെ അതുമേ പിടിച്ചാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ അത് തീർത്തു. അപ്പൊ എന്ന് പറയുന്നേ ഇല്ല, ഞാൻ ചെയ്തതാണ്, അത് കഴിഞ്ഞിട്ട് ബാക്കി ചെയ്താൽ മതി. ഇങ്ങനത്തെ ഒരു ഈഗോ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കോംബോയിൽ ഒന്നും വർക്ക് ചെയ്യില്ല. അതുപോലെ തന്നെ എന്ത് കാര്യത്തിലും, നമ്മൾ റെക്കോർഡിങ്ങിന്റെ കാര്യത്തിലായിക്കോട്ടെ, മിക്സിങ്ങിന്റെ കാര്യത്തിലോട്ടെ, അവസാനം നമ്മൾ എമൗണ്ട് ഷെയർ ചെയ്യുന്ന കാര്യത്തിലൂടെ, എന്ത് കാര്യത്തിലും പിന്നീടുള്ള ആ ഒരു പാട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണം, ഇതെല്ലാത്തിലും ഒരു സമവാക്യം സമന്വയമൊക്കെ ഉണ്ടെങ്കിലേ ഇത് വർക്ക് ചെയ്യുള്ളൂ. അത് എന്ത് കോംബോയും, മനസ്സിലായില്ലേ? ഡയറക്ടേഴ്സിന്റെ ആയിക്കോട്ടെ, വേറെ എന്ത് തരം ബിസിനസ് പാർട്ട്നേഴ്സ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, അതിനെ മാനസികമായിട്ടുള്ള വേവ് ലെങ്ത് ഒരേപോലെ ആയാൽ അത് വിജയിക്കുന്നുള്ള ഉറപ്പാണ്. അത് തന്നെയാണെന്ന് തോന്നുന്നു അല്ലേ നിങ്ങളുടെ തീർച്ചയായിട്ടും. അതെന്ന് പറഞ്ഞാൽ എനിക്ക് ചേട്ടനായിട്ടുള്ള 10-40 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളതിന്റെ പേരിൽ എനിക്ക് അത് ഫോളോ ചെയ്യാൻ എളുപ്പമാണ്. ഇവരത് കണ്ടു വളർന്നതിന്റെ പേരിൽ അതും അവർക്കും ഫോളോ ചെയ്യാൻ എളുപ്പമാണ്. അതാണ് എന്റെ വിജയം എന്നാണ്. അല്ലാണ്ട് വേറൊരു ബുക്ക് നോക്കി പഠിക്കേണ്ട കാര്യമില്ല ഇതെന്താ ചെയ്യേണ്ടതെന്നുള്ളത്. എല്ലാവരും നേരിട്ട് കണ്ടേക്കാണ്, ഞാനും ഇത് നേരിട്ട് അനുഭവിച്ച ആളാണ്. പിന്നെ മറ്റൊരു വലിയ പ്രത്യേകത, കല്യാണരാമൻ റിലീസ് ചെയ്യാൻ ഒരുപാട് സന്തോഷമാണ്. അതിനു മുമ്പ് ഞാൻ അറിഞ്ഞത് നമ്മുടെ MG രാധാകൃഷ്ണൻ ചേട്ടന്റെ മകൻ, ഇന്നത്തെ ഇന്ത്യയിലെ നമ്പർ 1 സൗണ്ട് എഞ്ചിനീയർ രാജാകൃഷ്ണൻ എന്നെ വിളിച്ചു പറഞ്ഞു, തേന്മാവൻ കൊമ്പത്ത് അങ്ങനെ 4K റിലീസ് ചെയ്യാൻ. നമുക്ക് ഒരുപാട് സന്തോഷമായി. നമ്മൾ മോണോയിൽ കേട്ട ആ പാട്ടുകളും അതിന്റെ മ്യൂസിക്കും ഇതെല്ലാം ഇപ്പൊ വലിയ സാങ്കേതിക മികവോടെ ഇപ്പോഴത്തെ ജനറേഷൻ അടക്കം എല്ലാം കേൾക്കുന്നു, ആസ്വദിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷം തന്നെയാണ്. നമ്മൾ അന്ന് ചെയ്തതിന്റെ ഒക്കെ ഒരു ഫലം ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഇപ്പൊ രാവണപ്രഭു ഇറങ്ങിയിട്ട് ഭയങ്കര ഹിറ്റ് ആയിരുന്നു. തിയേറ്ററിൽ എല്ലാവരും മ്യൂസിക്കിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തോണ്ടിരിക്കുന്നത്. അപ്പോ എല്ലാവരും ഇപ്പൊ കല്യാണരാമൻ എന്ന് കേട്ടിട്ട് ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്, ഡാൻസ് കളിക്കാനും. പോഞ്ഞിക്കരയുടെ എൻട്രി എല്ലാം, അതിനകത്തെ BGM വരെ
എല്ലാവരും പറയുന്നുണ്ട്. അതെ അതെ എന്താണ് സാറിന് അപ്പം ഇങ്ങനെ ആളുകളൊക്കെ സാറിന്റെ ഒരു വർക്ക് ഇപ്പം പഴയ നമുക്ക് കല്യാണ രാമൻ കുറച്ച് നാൾ മുമ്പ് ഇറങ്ങിയതാണ്. ഇപ്പോഴത്തെ യങ് ജനറേഷൻ ആണ് ഇപ്പം പക്ഷെ എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്നത്. അതെ അതെ അവർക്ക് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ഇപ്പോഴത്തെ ചെയ്യാന്നുള്ള യങ് ജനറേഷൻ എന്ന് പറഞ്ഞാൽ അവര് വളരെ കുട്ടികളായിരുന്ന സമയത്തായിരിക്കും അവരത് ആദ്യം കേട്ടത്. കേട്ടത്. അപ്പൊ അപ്പോഴും അവരുടെ മനസ്സിലോട്ട് ഇത് കേറി എന്നുള്ളതുകൊണ്ടാണ് അന്നേ ഇഷ്ടപ്പെട്ടു, ആ കുട്ടിയായിരിക്കുന്ന സമയത്തെ ഇഷ്ടപ്പെട്ടു എന്ന് ഉള്ളതിന്റെ തെളിവാണ് ഇപ്പൊ അവർ എക്സൈറ്റഡ് ആകുന്നത് അല്ലെ. അപ്പൊ ഞങ്ങളോട് എന്റെ പ്രിയദർശനും മറ്റുള്ള ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട്, പറ്റിയ ഡയറക്ടർമാരൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വളരെ സിമ്പിൾ ആയിരിക്കണം നിങ്ങളുടെ വർക്ക്, എന്നാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു, എല്ലാ ജനറേഷനും, വയസ്സായാലും ചെറുതായാലും ചെറുപ്പക്കാരും യുവാക്കളും കുട്ടികളും എല്ലാവരും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള അട്രാക്റ്റീവ് ട്യൂൺ ആയിരിക്കണം നിങ്ങൾ തരേണ്ടത് എന്നൊക്കെ നമ്മൾക്ക് ഉപദേശം തന്നതിന്റെ പേരിലാണ് നമ്മൾ അങ്ങനെ ആകാൻ ശ്രമിച്ചത്. നമ്മൾ സ്വന്തമായിട്ട് എല്ലാം കൂടി അങ്ങോട്ട് ചെയ്തു എന്ന് നമുക്ക് അവകാശപ്പെടാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ചെയ്തെങ്കിൽ പിന്നെ കൂടാണ്ട് നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്ന, അന്ന് നമ്മളെ കൊണ്ട് ചെയ്യിച്ചത് 3 പേരാണ് മെയിനായിട്ട്. ഷാഫി, അല്ല പ്രൊഡ്യൂസർ ലാലിന്റെ ഒപ്പം തന്നെ നിന്നിരുന്നു സിദ്ദിഖ്. സിദ്ദിഖും ഞങ്ങളുടെ പാട്ട് ഫൈനലായിട്ട് ഓക്കെ ആക്കാൻ വേണ്ടി വരുമായിരുന്നു. പിന്നെ സ്ക്രിപ്റ്റ് റൈറ്റർ ബെന്നി പി നായരമ്പലം, എല്ലാവരും ഭയങ്കര ജീനിയസുകളാണ്. എന്നെ ലെജൻഡ് എന്ന് വിളിച്ചാൽ അവരെയൊക്കെ എന്തെന്ന് വിളിക്കണം പേരില്ല അവർക്ക്, മനസ്സിലായോ? അപ്പൊ അവരുടെയൊക്കെ ഒരു വീക്ഷണമാണ് ഈ ട്യൂൺ ഇങ്ങനെ ഇങ്ങനെ മർമ്മത്തിൽ കൊള്ളും, മറ്റേ ട്യൂൺ വേണ്ട കളയാ എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ഞങ്ങൾക്ക് സങ്കടം വരും. ഇത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയ ട്യൂൺ ഒരു വേണ്ട എന്ന് പറഞ്ഞല്ല കുറച്ച് ചിലപ്പോൾ ഒരു സങ്കടമൊക്കെ വരും. പക്ഷെ പിന്നീടായിരിക്കും മനസ്സിലാണ് അവരുടെ സിനിമയുടെ ആ ഒരു ടൈമില് മറ്റേ ട്യൂണാണ് കറക്റ്റ്. അതിനുള്ള ടോട്ടൽ വ്യൂ പോയിന്റ് അവർക്ക് ഉണ്ട്. അതുകൊണ്ടാണ് ആ പാട്ട്. ഞാൻ മാത്രമല്ല, ബെന്നി ഇങ്ങനെ കഥ ഇങ്ങനെ സീരിയസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും ലാലിന്റെ മുറിയിൽ വെച്ച്, സ്റ്റുഡിയോയിൽ വെച്ച്. അപ്പൊ ലാലും ഷാഫിയൊക്കെ ഇരുന്ന് നർമ്മം അതിൻ്റെ അകത്തുള്ള ഇടയിലെ ഒരുപാട് ഗംഭീര കോമഡീസ് ഉണ്ടല്ലോ, അതാണല്ലോ അതിനെ യുവാക്കൾക്ക് പിടിച്ചിരുന്നത്. അപ്പൊ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ പറഞ്ഞ ഇതെല്ലാം നമ്മുടെ തലയിലുണ്ട്. ഇത് കഴിഞ്ഞ് എഡിറ്റിംഗ് ടേബിളിൽ ഞങ്ങൾ വിളിച്ച് കേൾപ്പിക്കും. അവരുടെ ഒരു ഗുണോതാണ്, 100% പെർഫെക്ഷൻ ആണ് അവരുടെ ആവശ്യം. അതിനുവേണ്ടി ആരെ വേണമെങ്കിലും വിളിച്ച് കേൾപ്പിക്കും, കാണിക്കും. ഞങ്ങൾ അതിന്റെ തന്നെ ഒരു പാർട്ടാൻ്റെ പേരിൽ ഞങ്ങളെ വിളിച്ച് കേൾപ്പിക്കും, കാണിക്കുകയും ചെയ്യും. അപ്പൊ അവള് പറയും ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ ഉഗ്രനൊരു കോമഡി ഉണ്ടായിരുന്നല്ല, അതവിടെ പോയി അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ്. അയ്യോ അത് ഗംഭീര കോമഡി ആയിരുന്നു. അപ്പൊ കോമഡി മാത്രം പോരാ, കഥയുടെ ടോട്ടാലിറ്റി നോക്കുമ്പോൾ അവിടെ അതിന്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് അപ്പൊ നമ്മൾക്ക് അപ്പൊ ഒരു വിഷമം തോന്നും, ഷോ അതും കൂടി വേണ്ടായിരുന്നു ഇങ്ങനെ തോന്നും. മാത്രമല്ല ഒരു 2 മണിക്കൂർ 2.5 മണിക്കൂറൊക്കെ ഉള്ള ഒരു തിയേറ്ററിൽ ഒരാൾ ഇരിക്കില്ല, മനസ്സിലായ? അപ്പൊ അങ്ങനെ ടോട്ടാലിറ്റിയുടെ കാര്യത്തിൽ അവർ ഭയങ്കര പ്രഗത്ഭരായിരുന്നു. അതുകൊണ്ടാണ് ആ കല്യാണരാമൻ ഇപ്പോഴും കാണാൻ ആളുകൾക്ക് കൊതി. ഞങ്ങൾ തന്നെ ലാല് എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു പ്രാവശ്യം പുറത്തേക്ക് അത്യാവശ്യമായിട്ട് പോകാൻ നിൽക്കുന്നതിന്റെ കൂടി കല്യാണരാമൻ ടി.വിയിൽ വന്നു. പിന്നെ നമ്മുടെ പടമല്ലേ, 1 മിനിറ്റ് കണ്ടിട്ട് പോകാന്ന് വെച്ചു. 1 മിനിറ്റ് പോയിട്ട് ആ കാര്യം മുടക്കി 2 മണിക്കൂർ ഇരുന്ന് കണ്ടിട്ടാ പോയതെന്ന് പറഞ്ഞു. അങ്ങനെ അത്ര ഫ്ലോയാണ്, മനുഷ്യനെ പിടിച്ചിരുത്താൻ പറ്റുന്ന കഥയും നർമ്മങ്ങളും പാട്ടുകളും എല്ലാം കൂടി എല്ലാ സംഭവം ഉണ്ട്. എന്തൊക്കെയാണ് ഇല്ലാത്തതെന്നില്ല, എല്ലാം ഉണ്ട് അതിൻ്റെ അകത്ത് ഈ 2 മണിക്കൂറിൽ. അതിന് ഷാഫിയോടാണ് നമുക്ക് നന്ദി പറയേണ്ടത്. ഷാഫി ഇത്ര ഗംഭീര ഒരു ഡയറക്ടർ നമ്മളെ വിട്ടുപോയി. അത് വലിയ സങ്കടം തന്നെയാണ്. എത്രയോ നല്ല നല്ല പടങ്ങൾ ചെയ്തു. ഇനി എത്ര പടങ്ങൾ ചെയ്യാനുള്ള ആയുസ് ഉണ്ടായിരുന്നു പുള്ളിക്ക്. പക്ഷെ നേരത്തെ ദൈവം വിളിച്ചിട്ട് പോയി. ഒരുപാട് ഓർമ്മകൾ ഉണ്ടല്ലേ ഷാഫി സാറും? തീർച്ചയായിട്ടും. ഷാഫിയുടെ കൂടെ അല്ലെ ഷാഫിയുടെ ബ്രദർ, അവരൊരു എല്ലാം കൂടി ഒരു യൂണിയൻ ആണല്ലോ. റാഫി മെക്കാട്ടിന് എല്ലാം ഒരു സംഘമാണ്, ഒരു കൂട്ടായ്മയുടെ ബലമാണ് അത്. അത് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും, എത്ര സ്നേഹത്തോടെയുള്ള കൂട്ടായ്മയാണ്. എല്ലാവരും ഭയങ്കരമായ ടാലന്റഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ അവരവരുടെ മേഖലയിൽ. അതുകൊണ്ടാണ് ഇത്രയധികം ഹിറ്റുകൾ, സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റുകൾ, മലയാളം ഇതുവരെ കാണാത്ത ടൈപ്പ് ഹിറ്റുകൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വരും. സിദ്ദിഖ് ലാൽ, റാഫി മക്കാട്ടിൻ, ഷാഫി, അതേപോലെ ബെന്നി പി നായരമ്പം, എല്ലാവരുടെ ഹിറ്റുകൾ ഇങ്ങനെ പരമ്പരയായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന കാര്യം അതാ. ഒരു ബ്രാൻഡ് നെയിംസ് തന്നെയായിരുന്നു, ഇവരുടെയൊക്കെ പേര് മാത്രം മതിയായിരുന്നു അല്ലേ? നമുക്ക് അത് ഏറ്റവും റിച്ച് ആക്കുന്നത് ആ മൂവീസിലെ പാട്ടുകളും. എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും കൂടെ ഒരു കോംബോ വർക്ക്ഔട്ട് ആവുന്നത്. ഇവർക്ക് പാട്ടിനെ പറ്റി നല്ല സെൻസ് ആണ്. ഈ ഷാഫിയുടെ ഒക്കെ ഒരു ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഷാഫിക്ക് ഒരു ട്യൂൺ നമ്മൾ മൂളി കൊടുത്തു. ഇപ്പൊ താനീന താനീ താനീന താനീ നല്ല ട്യൂൺ ഉണ്ടല്ലോ, ആര് പറഞ്ഞു, പുലിവാൽ കല്യാണത്തിൽ വന്നത്. ഇത് കല്യാണരാമന്റെ സമയത്ത് ഷാഫിക്ക് ചേട്ടൻ മൂളി കൊടുത്തൊരു ട്യൂണാണ്. ഇങ്ങനെ ട്യൂൺ ഉണ്ടെന്ന് കേട്ടു നോക്കുന്നുണ്ട്. പുള്ളി പറഞ്ഞ് കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വെച്ചു. അതൊന്നും പറഞ്ഞില്ല. ആ ട്യൂൺ അങ്ങനെ മാറ്റിയും വെച്ചില്ല, ഒന്നും ചെയ്തില്ല. അന്നിങ്ങനെ ഞങ്ങളിങ്ങനെ എഴുതി വെക്കണ പരിപാടിയൊന്നുമില്ല. അങ്ങനെ അതങ്ങോട്ട് പോയി. അത് കഴിഞ്ഞിട്ടൊരു കല്യാണരാമനൊക്കെ ഇറങ്ങി കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഷാഫി എന്നെ വിളിച്ചു. അന്ന് ലാൻഡ് ഫോൺ മാത്രമേ ഉള്ളൂ, ഒന്നുമില്ല. വിളിച്ചിട്ടൊന്നും പറഞ്ഞില്ല, ഈ ട്യൂൺ അങ്ങോട്ട് മൂളി, കറക്റ്റായിട്ട് മൂളി.
ഞാനപ്പ കരുതി ഇത് എന്താണ്, ഏത് പാട്ട് ഇത്, ഒരു ഐഡിയയും കിട്ടണില്ല. ഇത് ഏത് പാട്ടാണ് ഷാഫി, ഇത് നിങ്ങളുടെ തന്നെ പാട്ടാണ്, ഇത് എപ്പ ഞങ്ങൾ പാടി? ഇത് കല്യാണ സമയത്ത് വേറെ ഏതോ ഒരു കുറെ പാട്ട് പാടിയ കൂട്ടത്തിൽ കൂടി ഈ പാട്ടും പാടി എന്റെ തലയിൽ ഇത് കയറി. പക്ഷെ അന്ന് നമുക്ക് എടുക്കാൻ പറ്റിയില്ല. അടുത്ത സിനിമയാണ് പുലിവാൽ കല്യാണം എന്നല്ല, ഹനുമാൻ വേറെ എന്തോ ഒരു പേരില്ല, ഹനുമാൻ കോവിൽ എന്തൊരു ഒരു പേരായിരുന്നു. അങ്ങനെ ഹനുമാൻ ജംഗ്ഷൻ, ഹനുമാൻ ജംഗ്ഷൻ എന്നായിരുന്നു പുലിവാൽ കല്യാണത്തിന്റെ ആദ്യത്തെ പേര്. അതെ അതെ അതെ, ഹനുമാൻ ജംഗ്ഷൻ. അടുത്ത പടത്തില് നമ്മൾ ഈ പാട്ട് എടുക്കുന്നു. അപ്പൊ നിങ്ങൾ ഈ പാട്ടിന് ചെയ്യണ്ട, ഈ ട്യൂണോ ഒക്കെ ഇതിന്റെ അകത്തൊരു ചരണവും കൂടി ചെയ്തിട്ട് ബാക്കി 2-3 പാട്ടും കൂടി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പടം നമുക്ക് അടിച്ചു പൊളിക്കാം. അങ്ങനെയാണ്. അപ്പൊ എന്ന് പറയുന്ന പോലെ എല്ലാവരും, ലാലാണെങ്കിലും അതെ, എല്ലാവരും മ്യൂസിക്കലി ഹൈലി ടാലന്റഡ് ആണ്. എന്ന് പറഞ്ഞാൽ മ്യൂസിക് അവർ പാടുവോ അല്ലെങ്കിൽ സംഗീതം ചെയ്യുക എന്ന അർത്ഥത്തിലല്ല, അവർ കേട്ടാൽ മനസ്സിലാക്കാനും അത് എവിടെ ഉപയോഗിക്കണമെന്ന് അറിയാനും പറ്റുന്ന ആൾക്കാർ. മലയാളത്തിന്റെ ഒരു ഭാഗ്യമാണ്. ഇപ്പൊ കല്യാണരാമന്റെ കമ്പോസിംഗ് സമയത്ത് ഉണ്ടായ എന്തെങ്കിലും മെമ്മറീസ് ഉണ്ടോ സാറിന്? തീർച്ചയായിട്ടും കല്യാണരാമൻ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഓർത്തതല്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ KSF-യിലെ ഒരു ജീവനക്കാരൻ ആയിരുന്നു, റിട്ടയർ ചെയ്തു. ജ്യേഷ്ഠൻ നേരത്തെ തന്നെ KSRTC റിട്ടയർ ചെയ്തു. അപ്പൊ ഞാൻ കുറേ നാളത്തെ ലീവിന് ശേഷം, ലോങ് ലീവിന് ശേഷം ഒരു തിങ്കളാഴ്ച അവിടെ പോയി ജോയിനിങ് ലെറ്റർ കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞു ബുധനാഴ്ച നിങ്ങൾ ജോയിൻ ചെയ്യണം എന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിവിടെ വന്നപ്പോഴത്തേക്കുമാണ് ലാല് വിളിക്കണത്, പ്രൊഡ്യൂസർ ലാല്, സിദ്ദിഖ് ലാലിലെ ലാല്. എന്ന് പറഞ്ഞു ബേണി നമുക്ക് ഉടനെ ഒരു ദിലീപ് പടം ചെയ്യണം, നല്ല പാട്ടുകൾ സിറ്റുവേഷനൊക്കെ ഉള്ളൊരു പടമാണ്, അപ്പം നമ്മൾ ഒന്ന് കൂടണം എന്ന് പറഞ്ഞു. അവശ്യം കൂടാനെന്ന് പറഞ്ഞാൽ ഒരുപാട് ആഗ്രഹമുണ്ട് എനിക്ക്. പക്ഷെ ഞാൻ ഇങ്ങനെ ഒരു കുരുക്കി പോയി പെട്ടല്ല. കുറേ നാളത്തെ ലീവ് കഴിഞ്ഞിട്ട് ഞാൻ ജോയിനിങ് ലെറ്റർ കൊടുത്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ അവരത് റിജക്റ്റ് ചെയ്യുകയോ ഇല്ലേ ഒന്നും എനിക്ക് അറിയില്ല. ഒരു കാര്യം ചെയ്യ്, ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ട് നേരെ അങ്ങോട്ട് പോകും. തൃശ്ശൂരാണ് എൻ്റെ ഹെഡ് ഓഫീസ്. നേരെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നമുക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് ചെയ്യാം ഇങ്ങനെ പറഞ്ഞു. ഓക്കെ ആയിക്കോളും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇപ്പൊ തിങ്കളാഴ്ചയല്ലേ ഈ പറയണത്, ചൊവ്വാഴ്ച രാവിലെ തന്നെ അവിടെ ചെന്നു. അപ്പോൾ ബുധനാഴ്ച ഞാൻ ജോയിൻ ചെയ്യുന്നുള്ള കണ്ടിട്ടില്ല അവരിയ്ക്കുക. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആണെങ്കിൽ ഞാൻ പഠിച്ച സ്കൂളിലെ സീനിയർ ആയിട്ട് പഠിച്ച ആളാണ്. അപ്പോൾ എൻ്റെ ഫീമെയിൽ വോയിസിലുള്ള എൻ്റെ പാട്ടുകളൊക്കെ പുള്ളി കേട്ടാൽ വലിയ കാര്യമുള്ള ആളാണ്, മ്യൂസിക്കിനോട് താല്പര്യമുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞു സാറേ ഇങ്ങനൊരു ചാൻസ് വന്നേക്കാണ്, അപ്പോൾ സാർ എങ്ങനെയും സമ്മതിക്കണം, ഞാൻ ജോയിനിങ് ലെറ്റർ ഒന്ന് ക്യാൻസൽ ചെയ്യണം എന്ന് പറഞ്ഞു. വലിയ തലവേദനയാണ് തന്നെ കൊണ്ട്, താൻ വരെയില്ല, വരുമ്പോ ഇങ്ങനത്തെ പ്രശ്നങ്ങളാണ്. എന്നാലും സാറിൽ ഒരു നല്ല കാര്യമല്ലേ, താൻ പോയി നന്നായിട്ടൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ജോയിനിങ് ലെറ്റർ വലിച്ചു കയറി വേസ്റ്റ് കൊട്ടയിലിട്ട്. അപ്പോഴാണ് എനിക്ക് സമാധാനമായത്. അങ്ങനെ ബുധനാഴ്ച എല്ലാവരും, ദിലീപ് അടക്കം എല്ലാവരും കൂടിയുള്ളൊരു നല്ലൊരു പൂജ നടത്തിയ ശേഷം, അന്നൊന്നും സിനിമയുടെ കമ്പോസിങ് തുടങ്ങിയില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഒരു ദിവസം ഫിക്സ് ചെയ്തിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി അപ്പം എന്നോട് കഥയൊക്കെ പറഞ്ഞു തന്നു. കഥയൊക്കെ ഞാൻ എൻ്റെ സന്ദർഭമൊക്കെ എഴുതിയെടുക്കും. കഥാസന്ദർഭം, കഥ ചിലപ്പോൾ മൊത്തത്തിൽ എഴുതിയെടുക്കും. എന്നിട്ട് സന്ദർഭം എഴുതിയെടുത്തപ്പോൾ തുമ്പിക്കല്യാണത്തിന്റെ സിറ്റുവേഷനാണ് ആദ്യമായിട്ട് ഞങ്ങളോട് ചെയ്യണമെന്ന് പറഞ്ഞു. ഒരു ഹോട്ടലിലാണെന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെ പിറ്റേ ദിവസം ഞങ്ങൾ ഒരു 3 ട്യൂണെങ്കിലും മിനിമം ഒരു സിറ്റുവേഷന് വേണ്ടി ഇടും. അതിൽ 3 കേൾപ്പിച്ചു കൊടുത്തു. എല്ലാം ഏതാണ്ട് ആ സിറ്റുവേഷന് പറ്റിയ വിധത്തിൽ നമ്മൾ ട്യൂണേ ഇടുള്ളൂ. ഞങ്ങൾ 2 കൂടിയാണല്ലോ ചെയ്യുന്നത്. അതിൽ ഈ പാട്ടാണ് അവർക്ക് ഇഷ്ടപ്പെട്ടത്. അപ്പൊ ഈ പാട്ട് ഞങ്ങൾക്ക് സെലക്ട് ചെയ്യാനുള്ള ഒരു കാര്യമുണ്ട്. ഇതിൽ നമുക്ക് എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു രാഗമുണ്ട്, കല്യാണി രാഗം. രാഗം. പക്ഷെ അതിൻ്റെ അകത്ത് അങ്ങനെ അടിപൊളി പാട്ടുകളൊക്കെ കുറവാണ്. ഞാൻ അധികം കേട്ടില്ല. ഇത് നമുക്ക് എല്ലാം ഡാൻസ് ചെയ്യുന്ന ടൈപ്പ് പാട്ടുകളാണല്ലോ ഇതിൽ ചെയ്യാൻ തരുന്നത്. ഞങ്ങൾക്ക് എപ്പോഴും അങ്ങനെ ഒരു വാശിയുണ്ട്. ഇന്ന് ശോക രാഗങ്ങളൊക്കെ വരുമ്പോൾ അത് എടുത്തിട്ട് ഹാപ്പി ആക്കുക, ഹാപ്പി രാഗങ്ങളൊക്കെ എടുത്ത് ശോകമാക്കുക, ഇങ്ങനെയൊക്കെ ഞങ്ങൾ കുസൃതികളെ കാണിച്ചിട്ടുണ്ട്. പലതൊക്കെ ഹിറ്റായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇതിൻ്റെ അകത്ത് ചെയ്യാന്നായി. അങ്ങനെയാണ് നമ്മൾ എല്ലാവർക്കും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു താളമാണ് ജിൻ ചട്ടക്ക. നമ്മൾ 6/8 എന്ന് തന്നെ പറയും. അത് ഏത് സ്പീഡിൽ കേട്ടാലും നല്ല സുഖമാണ് ആളുകൾക്ക്. ഡാൻസ് ചെയ്യാൻ നല്ല രസമായിരിക്കും ആ താളം ഉണ്ടെങ്കിൽ. അങ്ങനെ ചെയ്ത ട്യൂണാണ്. തുമ്പിക്കല്യാണത്തിന് വന്നെത്തിയ തുമ്പികളിൽ തുമ്പക്കൊടി അഴകുള്ളവളാരോ, കുന്നിമണിത്തേരിൽ വരും ചെക്കനെയും കൂട്ടരെയും വരവേൽക്കാൻ നിൽക്കുന്നവളാണേ. അമ്പാടിക്കണിമുത്തേ പൂക്കണിമുത്തേ, മിണ്ടിപ്പോയാൽ എന്തേ കോപം, മാനത്തെ മഴവില്ലിൽ നെഞ്ചിരുന്നില്ലേ, മഴയാൽ തൂകും മിന്നൽ കോപം, മിണ്ടാൻ കൊതിച്ചതെല്ലാം മറന്നുപോകും. തുമ്പിക്കല്യാണത്തിന് വന്നെത്തിയ തുമ്പികളിൽ തുമ്പക്കൊടി അഴകുള്ളവളാരോ.
കേട്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. ഓ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് കല്യാണി മാത്രമല്ല, അതിൻ്റെ അകത്തൊരു ഒരു കോമൾ ഗ എന്ന് പറയും, ഒരു അന്യസ്വരം വന്ന് ചേർന്നുണ്ട്. പക്ഷെ അത് കറക്റ്റ് ആയിട്ട് അവർക്ക് കയറി കൊളുത്തി. അല്ലെങ്കിൽ ഇത് തന്നെ ഈ രാഗത്തിൽ തന്നെ പിടിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ അവർക്ക് അത്ര ഇഷ്ടപ്പെടില്ല. അപ്പൊ ഈ ഒരു ഇത് പിന്നെ അത് കൂടാണ്ട് അതേപോലെ തന്നെ 1 2 തനനനി താനാനി നന്നാനി തനിനനി താനാനി നന്നാനി തബലക്കാരുണ്ട്. ചങ്ങനെ വായിച്ചപ്പോ എല്ലാം കൂടെ നല്ല കയ്യടിയായിരുന്നു. ഇത് ഓക്കെ. അങ്ങനെയാണ് നമുക്ക് ഓരോ പാട്ടും അങ്ങനെ ഓക്കെ ആവുമ്പോ എന്ത് സുഖമാണെന്ന് അറിയോ. ചിലപ്പോ മൂന്നും ഓക്കെ ആവില്ല. അപ്പൊ നമ്മൾ പിന്നെ പിടിക്കും, തളർന്നു പോവില്ല. അയ്യോ ഇനി എന്ത് ചെയ്യും, ചെയ്യാവുന്നൊക്കെ ചെയ്തല്ല. അങ്ങനെയല്ല, ഇനിയും കിട്ടും. നല്ലൊരു വിശ്വാസം ചെയ്യുമ്പോ അവർക്ക് റെഡിയാവും. ഓക്കെ. എന്നാ ചിലപ്പോ ആദ്യത്തെ ട്യൂൺ തന്നെ അല്ലെ രണ്ടാമത്തെ ട്യൂൺ തന്നെ ഒന്ന് മോഡിഫൈ ചെയ്യുമ്പോഴത്തേക്ക് സംഭവം മാറും. അതിന്റെ സ്പീഡ് മാറ്റി, അല്ലെങ്കിൽ അതിന്റെ കുറച്ച് ഗമകങ്ങളൊക്കെ മാറ്റി, കുറച്ച് റൂട്ടൊക്കെ ഇത്തിരി മാറ്റിയൊക്കെ പിടിച്ച് കഴിയുമ്പോഴത്തേക്കും കുറെ കൂടി ഭംഗിയാവും. അങ്ങനെയൊക്കെയാണ് നമ്മളിങ്ങനെ ഇവിടം വരെയൊക്കെ രക്ഷപ്പെട്ട് പോകുന്നത്. അപ്പൊ അതിന്റെ മെച്ചം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ പ്രത്യേകിച്ചും ഒരു സിനിമാ പാട്ടായാലും സെമി ക്ലാസിക് ആയാലും എന്തായാലും ഒരു രാഗത്തിൽ തന്നെ ചെയ്യണമെന്നില്ല. ഭംഗിയാണെങ്കിൽ വേറെ അന്യസ്വരങ്ങളൊക്കെ പ്രയോഗിച്ചാൽ അത് കറക്റ്റ് ആയിരിക്കും. ഇങ്ങനെ ഒരുപാട് റൂൾസ് പറയുന്നുണ്ടല്ലോ, അതൊന്നും ബാധകമല്ലെന്നാണ് സാറിന്റെ ഒരു വാദം. ഒരു കച്ചേരിക്ക് പാടുമ്പോ ഒരു കീർത്തനം പാടുമ്പോഴായാലും ഹിന്ദുസ്ഥാനിൽ ചോട്ടാക്കായാലോ വടകാലോ പാടുമ്പോൾ ഒരു രാഗം പറഞ്ഞു പാടുമ്പോ ആ രാഗത്തിൽ തന്നെ ആയിരിക്കണം. ഗസൽ, ഭജൻ, മറ്റ് ഹിന്ദുസ്ഥാനി സെമി ക്ലാസിക്കൽ, കർണാട്ടിക് സെമി ക്ലാസിക്കൽ, അതേപോലെ സിനിമാ പാട്ടുകൾ, നാടൻ പാട്ടുകൾ, ഇതിലൊന്നും നമുക്ക് ഒരേ രാഗത്തിൽ തന്നെ പോകണമെന്നൊരു നിർബന്ധമൊന്നുമില്ല. സന്ദർഭമാണ് അവിടെ ഏറ്റവും വലുത്. അല്ല ലിറിക്കായിട്ട് യോജിക്കുന്ന ട്യൂൺ. ചിലപ്പോ ലിറിക്ക് നമുക്ക് ആദ്യം തരുമ്പോ അതിന് യോജിക്കുന്ന, ഉദാഹരണത്തിന് വല്ല ഹാപ്പി ആയിട്ടുള്ള ഒരു സന്ദർഭം, ഒരു കുറെ ലിറിക്സ് നമുക്ക് തന്നു, ഇടയിൽ ഒരു സാഡ്നെസ് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സാഡ്നെസ് നമ്മളവിടെ കാണിക്കണമെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഹാപ്പി ആയിട്ടുള്ള രാഗം പിടിച്ചാൽ ആ സാഡ്നെസ് ആവില്ല. അപ്പൊ നമ്മൾ സാഡിന് പറ്റിയ ചില നോട്ടുകൾ അവിടെ വെക്കുമ്പോഴത്തേക്കും നമ്മൾ വന്ന രാഗത്തിൽ നിന്നും മാറ്റേണ്ടി വരും. പക്ഷെ അത് ബുദ്ധിപൂർവ്വം ചെയ്തില്ലെങ്കിൽ ചേരാത്ത ഒരു സാധനമായിട്ട് മാറും. അപ്പൊ എന്തും ചേർക്കാം, പക്ഷെ ചേർക്കണമെങ്കിൽ അത് അറിഞ്ഞ് ചേർക്കണം. അതിനാണ് നമ്മൾ പഠിക്കണം എന്ന് പറയുന്നത്. ഇപ്പൊ വെറുതെ ജസ്റ്റ് കുറച്ചൊരു കോഴ്സ് 5-6 കോഴ്സ് പഠിച്ചു, അല്ലെങ്കിൽ കൊട്ടാൻ പഠിച്ചു, ഇനി സംഗീതം ചെയ്യാം, അതുകൊണ്ട് കാര്യമില്ല. നമ്മൾ സംഗീതത്തെ പറ്റി അറിയണം. പിന്നെ കൂടാണ്ട് സംഗീത സംവിധാനം എന്ന് പറഞ്ഞാലും അഭിനയം എന്ന് പറഞ്ഞാലും കവിത എഴുതലായാലും പാട്ട് പാടലായാലും എല്ലാം പഠിച്ചുണ്ടാക്കണമല്ല. ഇത് ദൈവദത്തമായിട്ട് നമുക്ക് ജന്മത്തെ കിട്ടണം. അങ്ങനെ കിട്ടുന്നവർക്കാണ് അത് കറക്റ്റ് ആയിട്ട് നമുക്കത് ആൾക്കാരിലേക്ക് കൺവേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയുള്ളവരുണ്ടാക്കുന്ന ട്യൂൺ ആയാലും അവർ പാടുന്ന പാട്ടായാലും അത് ആൾക്കാർക്ക് പെട്ടെന്ന് അക്സെപ്റ്റബിൾ ആവും എന്നുള്ളതാണ് ഞാനിതുവരെ കണ്ടുവന്നേക്കണം. അതെ, ഈ പറഞ്ഞ പോലെ ഇപ്പൊ സാറിനാണെങ്കിലും ഇഗ്നേഷ്യസ് സാറിനാണെങ്കിലും നിങ്ങൾക്ക് ആ ഒരു എന്തോ ഒരു ജന്മനാ ഉള്ളൊരു കഴിവ്. തീർച്ചയായിട്ടും ഫാദർ മ്യൂസീഷ്യൻ അതിന്റെ പേരിൽ മാത്രമാണ്. ഫാദറിന്റെ അപ്പൂപ്പന്മാരെല്ലാവരും ചവിട്ടുകടക്കാരാണെന്ന് പറഞ്ഞു കിടന്നത്, കേരളത്തിൽ അറിയപ്പെടുന്ന ചവിട്ടുകടക്കാരാണ്. അപ്പൊ അതിന്റെയൊക്കെ ഒരു ജീൻ നമുക്ക് കിട്ടിയോണ്ട് മാത്രമാണ്. അല്ലാണ്ട് ഇപ്പൊ ഞാൻ ചിലപ്പോ ചില കുട്ടികളെ പഠിപ്പിക്കാൻ നോക്കുമ്പോഴത്തേക്ക് അവർ അപാരമായിട്ടുള്ള ടാലന്റ് ഉള്ളവരായിരിക്കും. അവർക്ക് പെട്ടെന്ന് തലയിൽ കയറും. വേറൊരാൾക്ക് ചിലപ്പോൾ അവർക്ക് ശ്രുതി ഉണ്ടാവില്ല, താളം ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ അങ്ങനെയുള്ളവരെ എങ്ങനെ പഠിപ്പിക്കുമെന്ന് ആലോചിച്ചു. കുറേ നാൾ കൊണ്ടായിരിക്കും അവർക്ക് താളമൊക്കെ കുറച്ചൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പൊ നമുക്ക് ദാസേട്ടൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഇത് സോഷ്യലിസം നടപ്പാക്കാൻ പറ്റിയ ഒരു ഏരിയ അല്ലേ ഈ കല എന്ന് പറഞ്ഞു. കല ചിലർക്ക് കൂടുതൽ കിട്ടും, ചിലർക്ക് കുറഞ്ഞു കിട്ടും. മനസ്സിലായി. അപ്പൊ കല്യാണരാമനിലെ മറ്റ് പാട്ടുകളൊക്കെ എങ്ങനെയായിരുന്നു? ലൈക്ക് ഈ തിങ്കളെ പൂത്തിങ്കളെ ഇതുപോലെ ഞങ്ങൾക്ക് ഒരു വെല്ലുവിളിയുള്ള പാട്ടായിരുന്നു. അതായത് ഒരു കോമ്പറ്റീഷൻ ആണല്ലോ. ആ കോമ്പറ്റീഷൻ പോലെ തന്നെ തോന്നണം എന്ന് ആളുകൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യണം. ഒരു ഹരം കൊള്ളിക്കുന്ന ലിറിക് ആയിരിക്കണം, ട്യൂൺ ആയിരിക്കണം. പിന്നെ അതാണ് അഫ്സൽ ആദ്യമായിട്ട് പാടിയത്. അത് അഫ്സൽ പാടാനുള്ള കാരണമുണ്ട്. ലാലിന്റെ ഷാഫിയുടെ ഒക്കെ ഒരു നന്മയുടെ വശമാണ് അഫ്സലിനെ പോലുള്ള ആൾക്കാർ ഒരുപാട് പേരെ ട്രൈ ചെയ്തിട്ടാ. ഇതിന്റെ അകത്ത് ഞങ്ങൾക്ക് ഒരു അവസരം തന്നെന്ന് പറഞ്ഞ പോലെ തന്നെ പല പാട്ടുകാർക്കും അവസരം കൊടുക്കാൻ വേണ്ടി അദ്ദേഹം ഒരു ദിവസം മുഴുവൻ മെനക്കെട്ട് പലരെയും വിളിച്ച് പാടിച്ച്, എന്നിട്ട് അതിന്ന് അഫ്സലിനെ കൊണ്ട് പാടിക്കാനുള്ള ഒരു കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ, അഫ്സല് ആണ് ഒരു പാട്ട് എന്നുള്ളൊരു പാട്ടുണ്ടല്ലോ, ദാസേരൻ പാടിയിട്ടുണ്ട്, പിന്നെ ഒരു ഡോക്ടറും പാടിയിട്ടുണ്ട് ദുബായിലുള്ള ഫഹദ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് അഫ്സൽ പാടണത് ദുബായിൽ അല്ല, തിരുവനന്തപുരത്തുള്ള ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ബസ്സിൽ കയറി വന്നിട്ട് നേരെ വന്ന് പാടുകയാണ് ചെയ്തത്. പക്ഷെ ഗംഭീരമായിട്ട് പാടി. ആ ട്രാക്കാണ് കമലിനെ കേൾപ്പിച്ചത്. കമൽ അവിടെ ഞങ്ങൾ അഫ്സലിന്റെ പാട്ട് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി കേൾക്കാൻ വന്നിട്ടുണ്ടായിരുന്നത്. എന്നിട്ടാണ് നമ്മൾ എന്നുള്ള സിനിമയിലെ രാക്ഷസി എന്നുള്ള പാട്ട് അഫ്സലിന് കൊടുത്തത്. ഇവിടെ ഇത് കേട്ടപ്പോ തന്നെ കടൽ ആ കറക്റ്റ് ലൈവ് എന്ന് പറഞ്ഞാൽ ഒരു സിനിമയ്ക്ക് എന്താണ് ആ പാട്ടിലെ ആവശ്യം
അതാ ആറ്റിറ്റ്യൂഡ്, ഓരോ പാട്ടിന്റെ ആറ്റിറ്റ്യൂഡ്. എന്നാലേ ഡയറക്ടർമാർക്ക് ഇഷ്ടപ്പെടുള്ളൂ. ഒരു ട്യൂൺ പാടിക്കൊണ്ട് മാത്രം താളത്തിൽ കറക്റ്റായിട്ട് ട്യൂൺ പാടിക്കൊണ്ട് മാത്രം ഒരു കാര്യമില്ല. ഞങ്ങളിപ്പോ ആ ഒരു സിനിമയ്ക്ക് വേണ്ടി ആ മുഴുകി അങ്ങോട്ട് ചെയ്യണ പോലെ തന്നെ പാട്ടുകാരും ഇൻസ്ട്രുമെന്റ് വായനക്കാരും എല്ലാവരും അങ്ങനെ ചെയ്തെങ്കിലേ ആ സന്ദർഭം അങ്ങോട്ട് പൊങ്ങി വരുള്ളൂ പാട്ടിലൂടെ. അപ്പൊ അങ്ങനെ ഞങ്ങള് പാട്ട് ട്രാക്ക് പാടിച്ചു കൊടുത്ത് വളരെ ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും. ലാലിനും ഷാഫിക്കൊക്കെ ഇഷ്ടപ്പെട്ടു. അപ്പൊ അതിനിടക്ക് നമ്മുടെ അഫ്സലിന്റെ ബാപ്പ ഇസ്മായിൽ വലിയ മ്യൂസീഷ്യനാണ്. പുള്ളി ചേട്ടനോടൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്റെ മോൻ കുറച്ചൊക്കെ പാടുമെന്ന് അറിയാല്ല, എന്തെങ്കിലും ഒരു അവസരം വരുമ്പോഴത്തേക്കും വിളിക്കണം എന്ന് പറഞ്ഞപ്പോ ഞങ്ങള് മനസ്സിലത് ഇട്ട്, നല്ലൊരു പയ്യനാണല്ലോ, അപ്പൊ കൊടുക്കാന്ന് പറഞ്ഞു. പക്ഷെ പ്രിയദർശൻ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു അവസരം കൊടുത്തിട്ട് ഒരു കാര്യമില്ല, ആരും ശ്രദ്ധിക്കില്ല. നല്ല അവസരങ്ങൾ തന്നെ കൊടുക്കണം. അതാണ് നിങ്ങൾക്ക് തേന്മാവിൻ കുമ്പത്തെടുത്ത് തന്നത് എന്ന് പറഞ്ഞു. എനിക്ക് വേണേൽ AR റഹ്മാനെ ആർവർമനെയൊക്കെ വേണേൽ വിളിച്ച് ജയിക്കാമായിരുന്നു. പക്ഷെ നല്ലൊരു അവസരം നിങ്ങൾക്ക് കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഒരു ലൈഫാവും. ഇത് തന്നെയാണ് ഞങ്ങളുടെ മനസ്സിൽ നിന്ന് തോന്നിയത്. മനസ്സിലായില്ല, ഇത് നമുക്ക് അഫ്സലിനെ കൊണ്ട് ഒരു പാട്ട് ഇതിൻ്റെ അകത്ത് പാടിക്കണം. ലാലിനോട് ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞു, ലാലെ നമ്മുടെ ഒരു സ്വന്തം പയ്യനാണ്, അവനൊരു അവസരം കൊടുക്കണം. അത് കൊടുക്കല്ല, അങ്ങനെ പറഞ്ഞാൽ തിങ്കളെ എന്നുള്ള പാട്ട് കൊടുത്ത്. അപ്പൊ കോമ്പറ്റീഷൻ MG ശ്രീകുമാരോടാണ്. 2 പ്രാവശ്യം നാഷണൽ അവാർഡ് കിട്ടിയ ആളാണ്. അപ്പൊ കോമ്പറ്റീഷൻ പക്ഷേ കട്ടക്കട്ടക്ക് നിന്നു എന്നുള്ളതാണ്. അതൊരു വലിയൊരു തുടക്കക്കാരൻ നോക്കുമ്പോഴത്തേക്കും അത് ഗംഭീരമാണ്. ഇപ്പോഴും നമ്മൾ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ ലോ ആയിട്ടൊന്നും തോന്നാറില്ല. അതിന്റെ പവറിൽ തന്നെ നിൽക്കുന്നുണ്ട് രണ്ടുപേർക്കും. ആ ഒരു പ്രത്യേകിച്ച് MG ശ്രീകുമാറിനുള്ള ഒരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമ അറിഞ്ഞു പാടാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അത് തന്നെ അഫ്സലിനും ഉണ്ട്. അതുകൊണ്ടാണ് അതങ്ങനെ സന്ദർഭത്തിൽ സീനിൽ അതിങ്ങനെ പിടിച്ചു നിന്നത് ആ പാട്ട്. അപ്പൊ അങ്ങനെ സത്യത്തിൽ അതിന്റെ ഓർക്കസ്ട്രേഷനിലാണെങ്കിലും, ഓർക്കസ്ട്രേഷൻ ചെയ്തത് അന്ന് ആ ഫുൾ കാസറ്റ് തുമ്പി കല്യാണത്തിന്റെ കീബോർഡ് പ്രോഗ്രാം ചെയ്തത് സ്റ്റീഫൻ ദേവസി. അതും ആദ്യത്തെ രംഗപ്രവേശമാണ്. സ്റ്റീഫൻ ദേവസി ഇത്ര വലിയ ലോകത്തിൽ അറിയപ്പെടുന്ന ഒരു മ്യൂസീഷ്യനാണ്, കീബോർഡിസ്റ്റ് ആണ്, പിയാനിസ്റ്റ് ആണ്. പക്ഷെ തുടക്കം തുമ്പി കല്യാണത്തിൽ നിന്നാണ്. അതുപോലെ ഞങ്ങളാണ് ആദ്യമായിട്ട് ബെന്നി ആൻഡ് കണ്ണൻ എന്ന് പറയുന്നൊരു സിനിമയുടെ അവിഭാജ്യ ഘടകമാണ്. അപ്പൊ ബെന്നി കണ്ണനുമാണ് ബാക്കിയുള്ള പാട്ടുകളൊക്കെ ചെയ്തേക്കണത്, ഈ മറ്റേ പാട്ട് ഒഴിച്ച്. അപ്പൊ അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ, പിന്നെ ഓർക്കസ്ട്രയുടെ കോൺട്രിബ്യൂഷൻ, പിന്നെ നമ്മൾക്ക് റീ റെക്കോർഡിങ്ങിന് അസിസ്റ്റ് ചെയ്ത വലിയൊരു വയലിനിസ്റ്റ് ഉണ്ട് മര്യാദാസ്. ഇവരെല്ലാരും ചേർന്നാണ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിർത്തിയത്. മനസ്സിലായി. അപ്പൊ ഈ 2 സിംഗേഴ്സ് പാടുമ്പോഴേ അറ്റ് എ ടൈം ആണോ രണ്ടുപേരും? ഇല്ല, രണ്ട് ട്രാക്ക് ഉണ്ടല്ലോ. അഫ്സല് കോറസും ഒക്കെ അഫ്സൽ തന്നെ പാടിയത്. അപ്പൊ ഞങ്ങളുടെ കൂടെ തന്നെ ആയിരുന്നു. പണ്ട് പറഞ്ഞു കേട്ടാൽ ദാസേട്ടനൊക്കെ ചെറുപ്പകാലത്തൊക്കെ ആദ്യകാലം മുതൽ 2 മാസമൊക്കെ സിനിമയുടെ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെ ആയിരുന്നു അഫ്സല് ഞങ്ങളുടെ കൂടെ. വേണ്ട കഥയിലെ രാജകുമാരന്റെ ടൺ 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 ഒരു സന്തൂർ ബീറ്റ് ഇല്ലേ, അത് അഫ്സലാണ് വായിച്ചത്. അതേപോലെ കാലത്ത് പോലെ വൈകുന്നേരം വരെ രാത്രി വരെയൊക്കെ ഞങ്ങളുടെ കൂടെ ഇങ്ങനെ ഉണ്ടാവും. അതാണ് ആ ഒരു ഡെഡിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഗുണം അവിടെ കാണാനുണ്ട്. അപ്പൊ അങ്ങനെ പാട്ട് രണ്ടുപേരും തകർത്ത് പാടി. കോറസും ഒക്കെ അഫ്സലിന്റെ കൂട്ടുകാരും കൂടി പാടി. എല്ലാവരും ഗായകർ തന്നെയാണ്, അല്ലാണ്ട് കോറസ് സിംഗേഴ്സ് അല്ല. മെയിൻ ഗായകരെ കൊണ്ട് തന്നെ അഫ്സൽ തന്നെ എല്ലാം സംഘടിപ്പിച്ച് പാടിച്ച്. മറ്റേ ബെന്നിയും കണ്ണനും മറ്റേ ഓർക്കസ്ട്രേഷൻകാരും അല്ല തബല മറ്റുള്ള എല്ലാ പെർക്കഷൻ വായിച്ച ഒരാളാണ് പിപ്പിച്ചൻ. അദ്ദേഹവും മരിച്ചുപോയി. അപ്പൊ എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ ആണ് ആ പാട്ടും ആ പടവും ഒക്കെ വിജയിച്ചത്. അല്ല, ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നത്, ഇപ്പം പലരും ഈ പറഞ്ഞ പോലെ ഞാൻ നന്നായിരിക്കണം എന്ന് ചിന്തയില് ചെയ്യും. പക്ഷെ സാറിന്റെ സംസാരം കേൾക്കുമ്പോഴത്തേക്ക് ആ വർക്കിനോട് മാത്രമാണ് ഡെഡിക്കേഷൻ എന്ന് തോന്നുന്നു. സ്വന്തമായിട്ടൊരു ഇത് വേണം, ഞാൻ ചെയ്തത് പുറത്തറിയണം എന്നുള്ളൊരു സാധനം ഉള്ള പോലെ തോന്നുന്നില്ല. അല്ല, ഞാനല്ല, ആ വർക്ക് നന്നായാൽ ഞാനും നന്നാവും. ഞാൻ എന്ന് പറഞ്ഞിരുന്നുണ്ടെങ്കിൽ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ തന്നെ താഴ്ത്തോട്ട് പോകുന്നുള്ളതാണ്. നമ്മൾ ചെയ്യുന്ന വർക്കും എന്ത് പ്രവൃത്തി ചെയ്താലും. ഇപ്പൊ ഞാൻ കൂടുതലും ചെയ്യുന്നത് ഇപ്പൊ പഠിപ്പിക്കലാണ്, സംഗീതം പഠിപ്പിക്കുക. എന്റെ ഗുരുക്കന്മാര് പറഞ്ഞു തന്നേക്കണ കാര്യമാണ് ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂടുതലും മറ്റൊക്കെ കാര്യങ്ങളൊക്കെ കമ്പോസിഷനും എല്ലാം പാട്ടും ഒക്കെ ചെയ്യുന്നുണ്ട്, പാടണമുണ്ട്. പക്ഷെ എന്ത് ചെയ്യുമ്പോഴും ഇത് നന്നായിരിക്കണം, ഇത് മറ്റുള്ളവർക്ക് ഉപകാരം കിട്ടണം. ഞാനൊരു പാട്ട് കമ്പോസ് ചെയ്താൽ, അല്ല ഞങ്ങൾ രണ്ടും കൂടി കമ്പോസ് ചെയ്താൽ അത് മറ്റുള്ളവർക്ക് അത് സന്തോഷമായിട്ട് മാറണം, അല്ലെങ്കിൽ സാന്ത്വനമായിട്ട് മാറണം. പല വികാരങ്ങളുണ്ടല്ലോ, എന്തായിക്കോട്ടെ, അത് നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്ന ആൾക്ക് എന്താണ് ഈ പാട്ട് കൊണ്ട് ആവശ്യം അത് കിട്ടണേ എന്ന് പ്രാർത്ഥനയോടെ ആത്മാർത്ഥമായിട്ട് പണിയെടുത്താൽ അത് കിട്ടിയിരിക്കും. അല്ലാണ്ടത് ഞാൻ വലുതാകണം, എനിക്ക് പേര് കിട്ടണം, കാശ് കിട്ടണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്നും നടക്കില്ല. പിന്നെ ഇവിടെ നമ്മുടെ ഒരു ഇത് കണ്ടു, നമ്മുടെ എന്താ പറയാ അവാർഡ്, സ്റ്റേറ്റ് അവാർഡ് തേന്മാവിൻ കൊമ്പത്തിന് കിട്ടിയത്.
ആ ഒരു മൊമെന്റ് ഓർമ്മയുണ്ടോ? ആ ഒരു സ്റ്റേറ്റ് അവാർഡ് വാങ്ങാൻ പോയതും അത് അനൗൺസ് ചെയ്യുന്നതും അതൊക്കെ എങ്ങനെയായിരുന്നു? അനൗൺസ് ചെയ്യുമ്പോഴത്തേക്കും എൻ്റെ വൈഫാണ് ജൂഡി ഉം, ആണ് വിളിച്ചു പറഞ്ഞത്. ഉം, അന്നും ഇതുപോലെ ലാൻഡ് ഫോൺ മാത്രമേ ഉള്ളൂ. സ്റ്റുഡിയോയിൽ ആലാപ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞ സ്റ്റുഡിയോ എറണാകുളത്ത് റെക്കോർഡിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞു, ഇത് നിങ്ങൾക്കാണ്ട ഇത്തവണ സ്റ്റേറ്റ് അവാർഡ് ഉം, എന്ന് പറഞ്ഞ സന്തോഷമായി. പിന്നെ പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥിൻ്റെ സാറിൻ്റെ റെക്കോർഡിംഗ് ആയിരുന്നു, ഇൻഡ്യൂഡി വോട്ടിലോ എന്തൊക്കെയായിരുന്നു, ലളിതഗാനം എനിക്ക് ഓർമ്മയില്ല. അതിന് അസിസ്റ്റ് ചെയ്തത് എം ജയന്തരനാണ്. എം ജയന്തരൻ സ്ഥിരം അസിസ്റ്റ് ചെയ്യണമായിരുന്നു. ഒരുപാട് ഓർക്കസ്ട്രക്കാരുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എനിക്ക് അല്ലെങ്കിലും ഒരുപാട് അങ്ങോട്ട് ആഹ്ലാദിക്കണ പരിപാടിയൊന്നും ഇല്ല. ഉം. ദൈവത്തിന് നന്ദി എന്ന് പറയുള്ളൂ, അല്ലേ? നമ്മൾ അതെ. ആഹ്ലാദിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത തവണ എനിക്ക് ഇതേപോലെ സന്തോഷം തോന്നാത്ത എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് ഡെസ്പ് ആവില്ലേ? രണ്ടും വേണ്ട. ഒരുപാട് ഡെസ്പ് ആകണ്ട, ഒരുപാട് ആഹ്ലാദിക്കാൻ വേണ്ട. ശരി, സന്തോഷം, ഗോഡ് ഈസ് ഗ്രേറ്റ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എല്ലാവരും പറഞ്ഞു ഞാൻ സംഭവം എന്ന് പറഞ്ഞത് എന്നാൽ പിന്നെ നമുക്ക് ബേണിയുടെ വക ചിലവൊക്കെ ചെയ്ത് പിന്നെ വെറുതെ കൂളായിട്ട് ഇരുന്ന് വെച്ച് ഞാൻ കൂളായിട്ട് അവിടെ കീബോർഡ് വായിക്കാൻ പോയതാ. കീബോർഡ് വായിച്ച് ഇങ്ങോട്ട് പോകുന്നു. അത് കഴിഞ്ഞിട്ട് ഇന്ന് ഇവിടെ വൈകുന്നേരം അപ്പം നമ്മൾ ഒരുപാട് ഫോണൊക്കെ വരുന്നുണ്ട്. പക്ഷെ നമ്മൾ പ്രാർത്ഥനയുടെ സമയമായപ്പോൾ അതൊക്കെ മാറ്റി വെച്ച് ഫോണൊക്കെ മാറ്റി വെച്ച് കുടുംബ പ്രാർത്ഥനയൊക്കെ ചൊല്ലി. അപ്പം അത് ചെയ്യാൻ വേണ്ടി നമ്മുടെ അഭിനന്ദിക്കാൻ വേണ്ടി ഒരച്ഛൻ വന്നിരുന്നു. ഇപ്പം ഈ അമേരിക്കയിലാണ്. ദേവൂസ് അരവിന്ദത്ത് എന്ന് പറഞ്ഞിട്ട് വലിയ ഫേമസ് അച്ഛനാണ്. ദൈവസ്നേഹം വർണ്ണിച്ചിരാൻ വാക്കുകൾ പോരാന്നുള്ള പാട്ട് കേട്ടിട്ടില്ലേ? ആ പാട്ട് എഴുതിയ ആളാണ്. ഞങ്ങളെ കൊണ്ട് ഒരുപാട് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അദ്ദേഹം വന്ന് നേരിട്ട് അഭിനന്ദിക്കാൻ വേണ്ടി വീട്ടിൽ വന്നിട്ട് ഞങ്ങളുടെ പ്രാർത്ഥന നടക്കണം കണ്ടിട്ട് പുള്ളി ഒരു അരമണിക്കൂർ പുറത്തുനിന്ന് വെയിറ്റ് ചെയ്ത്. പുള്ളി പറഞ്ഞു, ഇപ്പം എന്തോരം പേര് വന്ന് അഭിനന്ദിക്കുന്ന ഒരു സമയമുണ്ട്, നിങ്ങളാ ഫോൺ മാറ്റി വെച്ചിട്ട് പ്രാർത്ഥിക്കാൻ സമയം കിട്ടിച്ചല്ലോ, നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അനുഗ്രഹിച്ചിട്ടൊക്കെ വിട്ടത്. അപ്പൊ അതൊക്കെ വലിയൊരു ഭാഗ്യമായിട്ടാണ് നമ്മൾ തോന്നുന്നത്. അല്ലാണ്ട് നമ്മള് എന്തെങ്കിലും ഒന്ന് കിട്ടിക്കഴിഞ്ഞിട്ട് ഉടനെ സന്തോഷിച്ച് ചുള്ളിച്ചാടി അങ്ങനെ വന്നു കഴിഞ്ഞാൽ കുഴപ്പം ചെന്നെങ്കിൽ എന്തെങ്കിലും കിട്ടാണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇവിടുന്ന് കരയുകയും ചെയ്യും. അത് കിട്ടിയില്ല, ഇത് കിട്ടിയില്ല. അതിന്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് ജീവിതകാലത്ത് കുറെ കാര്യങ്ങൾ അനുഭവിച്ചിട്ട് കുറെ സന്തോഷങ്ങളും ഒപ്പം സങ്കടങ്ങളും അനുഭവിച്ചിട്ട് ദൈവം നമ്മൾ ഇവിടുന്ന് പറഞ്ഞുകൊള്ളൂ. അല്ലാണ്ട് വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊള്ളില്ല, അല്ലേ? അപ്പൊ അതുകൊണ്ട് എല്ലാത്തിനും ഒരേപോലെ കാണുക, അതാണ്. പിന്നെ പക്ഷേ സന്തോഷം ഉണ്ടായിരുന്നു. നമ്മുടെ ഞങ്ങള് പ്രിയദർശനും മോഹൻലാലും അതേപോലെയൊക്കെ ആയിട്ട് ദാസിയേട്ടനും വലിയ ആളുകൾ എല്ലാവരും ചേർന്ന് ഒരു വേദിയിലിരുന്ന് അവാർഡ് വാങ്ങിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അന്ന് മുഖ്യമന്ത്രിക്ക് എന്തോ ഒരു അത്യാവശ്യ കാര്യമാണ്. എൻ്റെ വലിയ വിദ്യാഭ്യാസം വന്ന് ടി എം ജേക്കബ് സാറായിരുന്നു ഞങ്ങൾക്ക് തന്നത്. അപ്പൊ അങ്ങനെ ഒരു വലിയൊരു ചരിത്രത്തിന് സാക്ഷിയായി എന്നുള്ള പറയുന്നത് വലിയൊരു അഭിമാനം തന്നെയാണ്. ജഗതി ഉണ്ടായിരുന്നു. അതേപോലെ നമ്മൾ ചെറുപ്പം മുതൽ തന്നെ ആരാധിച്ചിരുന്ന, ചെറുപ്പം മുതൽ നമ്മളെ ബഹുമാനത്തോടെ കണ്ടിരുന്ന വലിയ ലെജൻസ്, അവരൊക്കെയാണ് ലെജൻസ്. അപ്പൊ അവരൊക്കെ ഇവിടെയൊക്കെ ഒപ്പം നിന്ന് അവരും നമ്മളെ ബഹുമാനിക്കുന്നു, നമ്മളെ അങ്ങോട്ട് ബഹുമാനിക്കുന്നു. അങ്ങനെ ഒരു വേദി ഒരിക്കലും മറക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ പിന്നീട് ഇന്ത്യയിലാകെ രണ്ട് പടത്തിന് മാത്രമേ കിട്ടിയിട്ടുള്ള ഒരു അവാർഡ് ഗോൾഡൻ ഡിസ്ക് അവാർഡ് എന്ന് പറയുന്നത്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഏറ്റവും കൂടുതൽ കാസറ്റുകൾ വരുന്നത്, കാസറ്റാണല്ലോ, വിറ്റുപോയ 2 പടം. ഒരെണ്ണവും ഹിന്ദി പടമാണ്, പിന്നെ ഒരെണ്ണം തേന്മാങ്കുമ്പത്താണ്. അപ്പൊ അത് ഞങ്ങൾക്ക് മദ്രാസിൽ വെച്ചിട്ട് അതും കിട്ടി. അപ്പൊ അതും വലിയൊരു കാര്യം തന്നെയാണ്. അതിന്റെ പുറകെയാണ് ബാക്കിയുള്ള ഒക്കെ കിട്ടി. അപ്പൊ പ്രിയനോട് ഒത്തിരി നന്ദിയുണ്ട് ആ കാര്യത്തിൽ, പ്രിയന്റെ നല്ല മനസ്സിന്. അന്ന് അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ പിന്നീട് സംഭവിക്കുന്ന അല്ല, അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞു ഞങ്ങളോട്, ഇതിപ്പോ നിങ്ങൾക്ക് ഇത്ര നല്ല സൗകര്യങ്ങളൊക്കെ തന്നു, അതായത് മദ്രാസിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ മ്യൂസിഷ്യൻസ്, ഏറ്റവും നല്ല സ്റ്റുഡിയോ, ഷോലെ സൗണ്ട് റെക്കോർഡ് ചെയ്ത ദീപൻ ചാറ്റർജി, ഇങ്ങനെ റഹ്മാന്റെ ഇഷ്ട സൗണ്ട് റെക്കോർഡിസ്റ്റ് എച്ച് ശ്രീധർ, ഇതെല്ലാം കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾ ഇത്രയും സൗകര്യം കിട്ടിയാൽ നിങ്ങൾക്ക് അറിയാതെ ഒരു നല്ലൊരു പാട്ടുണ്ടാക്കാൻ പറ്റുമായിരിക്കും. ഇതൊന്നും ഇല്ലാണ്ട് നിങ്ങൾ നല്ല പാട്ടുണ്ടാക്കണം, അത് ജനങ്ങൾ ഇഷ്ടപ്പെടണം, അതാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞ്. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റൂലെന്ന് അറിഞ്ഞിട്ടല്ല, പക്ഷെ ഒരുപാട് ഹിറ്റ് നമുക്ക് പിന്നെയും ചെയ്യാൻ പറ്റി. എന്നാലേ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. ഒരു പടം ചെയ്തു, അടുത്ത പടം പോയി 3-4 പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരിക്കലും ആൾക്കാർ വിളിക്കാണ്ടും ആവും, നമ്മൾ അക്സെപ്റ്റ് ചെയ്യില്ല. മ്യൂസിക് ഡയറക്ടർ ഒന്നും പിന്നെ പറയാൻ പറ്റില്ല. അപ്പൊ അത് നമ്മൾക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളത് ഒരു ദൈവാനുഗ്രഹമാണ്, നമ്മുടെ കഴിവെന്ന് പറയാൻ പറ്റില്ല. പിന്നെ അദ്ദേഹത്തിന് പ്രിയദർശൻ്റെ ഒരു കാര്യം പറഞ്ഞിരുന്നു. ഞങ്ങൾ 1-ാം തീയതിയൊക്കെ ആയപ്പോഴത്തേക്കും പ്രിയദർശൻ ഒന്ന് ലാൻഡ് ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ നമ്മുടെ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യാനുള്ളതൊക്കെ ചെയ്തല്ലോ, എന്നാണ് റിലീസ്,
അപ്പോൾ പറഞ്ഞു ഈ മെയ് 13 ഓർമ്മയില്ല 94 അവാർഡ് അവാർഡ് ലഭിച്ചത്. ലഭിച്ചത്. 93 ചെയ്ത് 94 അവാർഡ് ലഭിച്ചത്. അപ്പൊ അങ്ങനെ പറഞ്ഞു ഈ മെയ് 13 നമ്മൾ റിലീസ് ചെയ്യണത്. അപ്പൊ ഞാൻ പറഞ്ഞു എന്നിട്ട് പറഞ്ഞ 13 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിനിമാക്കാരെ സംബന്ധിച്ചോളം അത്ര നല്ല നമ്പർ അല്ലല്ലോ. അപ്പൊ പറഞ്ഞു, അപ്പൊ പുള്ളിയൊരു കാര്യം പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ട് സിനിമ ഡയറക്റ്റ് ചെയ്തിട്ട് അന്ന് പൂജ സമയത്ത് എന്തെല്ലാം അന്ധവിശ്വാസങ്ങളുണ്ട്, കറുത്ത പൂച്ചനെ വട്ടം ചാടിച്ചു, കോഴിനെ അറുത്തു, എന്തെല്ലാം അന്ധവിശ്വാസങ്ങൾ ചെയ്യാമോ അതെല്ലാം ചെയ്തു. അത് അദ്ദേഹത്തിന് അതിനോടുള്ള വിശ്വാസം കൊണ്ടല്ല. ഇതൊക്കെ ചെയ്തിട്ട് സിനിമ പൊളിയണമെങ്കിൽ പൊളിയട്ടെ, അല്ലെങ്കിൽ ഈ അന്ധവിശ്വാസം കൊണ്ട് വെറുതെയാണ് എന്ന് ആൾക്കാരെ ബോധിപ്പിക്കാൻ വേണ്ടിയാണ് ചെയ്തത്. അതേപോലെ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായി. അപ്പൊ നമ്മളെന്തിനാ ഈ 13 പേടിക്കണം? നമ്മളൊരു കാര്യം ചെയ്യും, നിങ്ങൾ പോയിട്ട് എല്ലാ ദിവസവും പോയി പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്നു പറയും. അതുപോലെ ചേട്ടൻ, എനിക്ക് വേറെ പ്രോഗ്രാമും കാര്യങ്ങളുണ്ടായിരുന്നു, എനിക്ക് അങ്ങനെ പോകാൻ പറ്റില്ല. ചേട്ടൻ എല്ലാ ദിവസവും പോയി കൈവിരിച്ചെന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അതിന്റെ ഫലം ദൈവം തന്നു, ഇപ്പോഴും തന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും നമുക്ക് തേന്മാവൻ കൊമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാത്രമല്ല, 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഒരു ഫ്രണ്ട് മരിച്ചുപോയി, PR മുരളിയുടെ അനിയൻ ഫ്ലൂട്ടിസ്റ്റ് സുരേഷ്. ഞാൻ റിയൂണിയൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി. അതായത് ഏതോ ഒരു ദ്വീപില്, യൂറോപ്പൊക്കെ കഴിഞ്ഞ് കുറെ പോണം, മനുഷ്യനൊന്നും എത്തൂല അങ്ങോട്ട്, മലയാളികൾ വളരെ കുറവ്. അവിടെ ചെന്നപ്പോ അവിടെ നിങ്ങളുടെ കാസറ്റ് ഇരിക്കുന്നു, എന്താണ് എന്നൊക്കെ ചോദിച്ചു എന്നോട്. അപ്പൊ എന്താണ് ഈ പറഞ്ഞ, അതിനൊരു ലിമിറ്റ് ഇല്ലാണ്ടത് പറന്നു പോയി. അതെ, ഇന്നത്തെ പോലെ യൂട്യൂബ് ഇല്ല, ഇൻസ്റ്റാഗ്രാം ഇല്ല, ഒന്നുമില്ല. ആൾക്കാർ കാശ് കൊടുത്ത് മേടിക്കുന്ന ആ കാസറ്റ് തന്നെ. ശരിക്കും റിയൽ ലിസണേഴ്സ് ആ ഒരു സമയത്തായിരുന്നു പറയാ അല്ലേ. ഇപ്പൊ നമുക്ക് ഭയങ്കര ഈസിലി ആണ് കിട്ടുന്നത്. പിന്നെ അന്ന് ഒരു പാട്ട് കേൾക്കണമെങ്കിൽ അത്രയും സ്ട്രഗിൾ ചെയ്യണം. പിന്നെ അന്നത്തെ പാട്ടിന്റെ റെക്കോർഡിങ്ങിന്റെ ഒരു സുഖം വേറെയായിരുന്നു. അത് സിനിമയിൽ കേൾക്കുമ്പോഴായിക്കോട്ടെ, തിയേറ്ററിൽ കേൾക്കുമ്പോഴായിക്കോട്ടെ, അല്ലാതെ കേൾക്കുമ്പോഴായിക്കോട്ടെ, നമ്മൾക്ക് അത് കേൾക്കുമ്പോൾ ആ ചെവിക്ക് കിട്ടുന്ന സുഖം ഉണ്ടല്ലോ, അത് ഇപ്പൊ കിട്ടുന്നില്ല. അത് ഡിജിറ്റൽ ആയതിന്റെ പ്രശ്നമായിരിക്കും. അന്നെന്ന് പറഞ്ഞാൽ അനലോഗ് ആണല്ലോ, സ്പൂളിൽ ചെയ്യാണ്, ഡിജിറ്റൽ സ്പൂളിലാണ്, 16 ട്രാക്ക് ഡിജിറ്റൽ സ്പൂളിലാണ് തേന്മാവൻ കൊമ്പ് ചെയ്തത്. അപ്പൊ അത് വലിയൊരു ഹൈ ക്വാളിറ്റി. ഇപ്പോഴത്തെ ഒരു ഡിജിറ്റൽ സ്റ്റുഡിയോ പോയിട്ട് ഞങ്ങൾ ചേട്ടനും ഞാനോട് പറഞ്ഞു, ഈ ഒരു ക്വാളിറ്റി ഉണ്ടാക്കാൻ പറ്റുമോ നിങ്ങൾക്ക് മിക്സിങ്ങിന്? പറഞ്ഞു, ഒരു കാലത്തും നിങ്ങളെ ഇനി കിട്ടൂല എന്ന് പറഞ്ഞു. ആ ഒരു വാംത്ത് എന്ന് പറയുക, അവർ പറഞ്ഞ ടേം അതാണ്. അത് ഒരിക്കലും നമുക്ക് ഇപ്പോഴത്തെ ഒരു ഇതിന്റെ അകത്ത് ചെറിയൊരു അഡീഷണൽ ഫ്രീക്വൻസി ഒക്കെ വന്നുമ്പോഴത്തേക്കും എന്തോ ഒരു സംഭവം, ആ സ്വീറ്റ്നെസ് കുറച്ച് നഷ്ടപ്പെടുന്നുണ്ട്. അത് വെച്ചിട്ട് ഇങ്ങനെ ആൾക്കാർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അതുകൊണ്ട് കുറെ നാള് സാഹിബ്മാരെ ഈ അനലോഗിൽ തന്നെ ചെയ്തോണ്ടിരുന്നത്. അവർക്ക് അതാ ആ സൗണ്ടിങ് ആയിരുന്നു ഇഷ്ടം. അപ്പൊ അതിന്റെ ഒരു ഗുണം വേറെയാണ്. തിയേറ്ററിലൊക്കെ ചെന്നിട്ട് നമ്മൾ മുഹമ്മദ് റാഫി സാബ്, ദാസേട്ടൻ, അതുപോലെ ഡഗ്ഗ, തബല, അതിന്റെയൊക്കെ ടോൺ കേട്ട് കഴിഞ്ഞാൽ എന്തൊരു സുഖമായിരുന്നു അറിയാം, ആ ഫീല്. അതിപ്പോ എന്തായാലും അത് നമുക്ക് നോക്കിയിട്ട് കാര്യമില്ല. ഇപ്പൊ അതുകൊണ്ട് തന്നെ പാട്ടിന്റെ ഗതിയൊക്കെ മാറിയത്. ആ പഴയ മെലഡിയൊക്കെ കുറച്ച് കുറയാൻ കാര്യം അത്. ഇവരെ മെലഡി ഉണ്ടാക്കണവരെയോ അല്ലെങ്കിൽ മറ്റാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പം സാറിന്റെ വർക്കുകളിൽ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തു. കാരണം നമ്മളൊക്കെ എപ്പോഴും പാടിക്കൊണ്ട് നടക്കുന്ന കുറെ പാട്ടുകള് പണ്ടൊന്നും അറിയില്ലല്ലോ. ഇപ്പൊ മ്യൂസിക് ഡയറക്ടറിനെ നോക്കണം, നമുക്ക് അറിയില്ല. ഞാൻ ആലോചിക്കുമ്പോഴത്തേക്ക് ഇപ്പം അങ്ങനെ നോക്കുമ്പോഴാണ് ഓക്കെ നമ്മള് നമ്മുടെ പ്ലേലിസ്റ്റിലുള്ള എല്ലാ പാട്ടുകളും അന്നെല്ലാം പിന്നണി പ്രവർത്തകരാണ്. പിന്നണിയിൽ ഇങ്ങനെ ഒരു ലിസ്റ്റ് വരും, അതേ ഉള്ളൂ. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ടിവിയിൽ ഇന്റർവ്യൂ, ചാനൽ ഇന്റർവ്യൂ ഒക്കെ ആയിട്ട്, യൂട്യൂബിലൊക്കെ ആണെങ്കിലും ഒക്കെ ഇങ്ങനെ എല്ലായിടത്തും മറ്റുള്ളവരും പുറകിലിരിക്കുന്ന ആൾക്കാരും മുമ്പിലേക്ക് വന്ന് നിറഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല ആളുകൾക്ക് ഇത് എങ്ങനെ ഉണ്ടാവുന്നു, ഈ പാട്ടുകളൊക്കെ എങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ളതിനെ പറ്റിയുള്ള കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ട്. അല്ല സാറിന് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ആ ഒരു സമയത്ത് ഈ മ്യൂസിക്കിന് വേണ്ടി ബിഹൈൻഡ് നിൽക്കുന്നവർക്കൊന്നും ഈ പറഞ്ഞ പോലെ ഒരു പ്രശസ്തിയോ ഫെയിമോ അതൊന്നും ആരും നോക്കുന്ന ഒരു കാലഘട്ടം ആയിരുന്നില്ല. ചിലപ്പോ നായകന്മാർ, ഡയറക്ടറിന് പോലും അങ്ങനെ പേരെടുത്ത് പറയാൻ തുടങ്ങുന്ന, ഡയറക്ടറിനെ നോക്കി തുടങ്ങുന്ന തന്നെ വളരെ കുറെ കാലത്തിന് ശേഷമാണ്. അപ്പം സാറിന്റെ പാട്ടുകളൊക്കെ നിങ്ങൾ ചെയ്തതാണെന്ന് അറിയാതെ ആരെങ്കിലും ഒക്കെ പാടുന്നതോ അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടോ അങ്ങനെ എന്തെങ്കിലും? ഞങ്ങള് ആൽബം സോങ്സ്, ഹിറ്റ് ആൽബം സോങ്സ്, ഭക്തി ഗാനങ്ങളോ എന്തൊക്കെയായാലും, ഇപ്പോഴത്തെ പണ്ട് കാസറ്റിൽ വന്നത്, കാസറ്റൊക്കെ പോയി. കാസറ്റിൽ ആരൊക്കെ അതിന്റെ ക്രെഡിറ്റ്സും നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. പക്ഷെ പാട്ട് ആൾക്കാർ പിന്നീട് രണ്ടാമത് പാടിയോ അല്ലെങ്കിൽ അന്നത്തെ പാട്ട് തന്നെ രണ്ടാമതൊക്കെ എടുത്തിട്ടുണ്ടാവും. എടുക്കുമ്പോഴത്തേക്കും പാട്ടുകാരന്റെ പേര് അറിയാൻ പറ്റും, പേര് ശബ്ദം കേൾക്കുമ്പോൾ മനസ്സിലാവും ഇന്ന പാട്ടുകാരന്. ബാക്കി ലിറിക് റൈറ്ററും ഓർക്കസ്ട്ര മറ്റേ ട്യൂൺ ചെയ്ത ആൾക്കാരും മ്യൂസിക് ഡയറക്ടർ അവരുടെയൊക്കെ പേരുകളെല്ലാം വേറെ ആയി പോയിട്ടുണ്ടാവും. അപ്പൊ നമ്മള് നോക്കുമ്പോ ഇത് ഇത്ര നല്ല ഹിറ്റ് പാട്ട്, പക്ഷെ ഞങ്ങളുടെ പേരല്ലല്ലോ എന്നുള്ളൊരു സങ്കടം വരും. എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോഴത്തെ ഒരു തലമുറ അങ്ങനെ ആയിപ്പോയി.
മറ്റേതങ്ങനെയല്ല, കാസറ്റിലാണെങ്കിൽ നമ്മൾ അന്ന് പാടി നമ്മൾ ഉണ്ടാക്കിയ ആൾക്കാരുടെ പേര്, ലിറിക്ക് ഇതെല്ലാം കറക്റ്റ് ആയിരിക്കും. അത് ഒരു വ്യത്യാസം ഉണ്ടാവില്ല. ഇപ്പൊ ഒരു 3 മ്യൂസിക് ഡയറക്ടർമാരും 3 ലിറിക്കർമാരുണ്ടെങ്കിൽ പോലും അവരവരുടെ പേര് സഹിതം നമ്പർ സഹിതം മാറ്റി മാറ്റി കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാവും. അതൊന്നും ഇപ്പൊ ഇല്ല. അപ്പൊ അങ്ങനെ കുറെ പാട്ടുകൾ, ഞങ്ങളുടേതായിട്ടുള്ള പാട്ടുകൾ വേറെ ആൾക്കാരുടെ പേരിൽ, വേറെ ആൾക്കാരുടെ പേരിൽ ഞങ്ങളുടെ പാട്ടുകൾ, ഇങ്ങനെയൊക്കെ വന്നുകൊണ്ടിരിക്കും. അതിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് ആരാണ് ഇത് ഉണ്ടാക്കണത്, ഇത് അപ്ലോഡ് ചെയ്യണമെന്ന് പോലും നമുക്കറിയില്ല. ഒരു പ്രാവശ്യം ഒരു ഗായകൻ ഈ ഗായകൻ വിളിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ പാട്ട് ഞാൻ കേട്ടോണ്ടിരിക്കുന്നത് നമ്മളുടെ പാട്ട്, അത് നിങ്ങളുടെ പേര് മാത്രം കറക്റ്റ് ആയിട്ട് അറിയാം, പക്ഷേ ലിറിക് റൈറ്ററും മ്യൂസിക് ഡയറക്ടറും മാറി. അത് അപ്ലോഡ് ചെയ്ത ആളുടെ എനിക്കറിയാം, ഞാൻ അയാൾ വിളിച്ച് കറക്റ്റ് ചെയ്തേക്കാൻ. അപ്പൊ ഞങ്ങളുടെ ആ ഒരു പാട്ടിന്റെ പേര് കറക്റ്റ് ആയിട്ട് വന്നപ്പോൾ ലിറിക് റൈറ്റർ പോയി. അദ്ദേഹം മരിച്ചും പോയി. എന്നാൽ തന്നെ അദ്ദേഹത്തിന്റെ പേരിലുള്ള ഒരു വർക്ക് വേറെ ആളുടെ പേരിലായി പോയില്ലേ. അതൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഇപ്പൊ. സിനിമക്ക് അങ്ങനെ ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. സിനിമക്ക് എപ്പോഴും ആ ഒരു കറക്റ്റ് ആയിട്ട് തന്നെ എല്ലാം പോകുന്നുണ്ട്. ആൽബത്തിനൊക്കെ അങ്ങനെ പോകുന്നുണ്ട്. ഞാൻ ഇതുപോലെ സാറിന്റെ നിങ്ങളുടെ മ്യൂസിക് ആണ് എന്നറിഞ്ഞിട്ട്, സാറിന്റെയും വിഘ്നേഷ് സാറിന്റെയും മ്യൂസിക് ആണെന്ന് അറിഞ്ഞിട്ട് ഞെട്ടിയ ഒരു പാട്ടുണ്ട്. എന്റെ ഫേവറേറ്റ്, കുട്ടിക്കാലത്തൊക്കെ നമ്മളൊക്കെ പാടിക്കൊണ്ടിരുന്ന കണ്ണിലുണ്ണിയാണ്. ഇപ്പൊ ഞങ്ങൾ അന്ന് റെഗുലർ ആയിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ജോലിയുണ്ട്. KSF ഞാൻ ജോലി എടുക്കുന്നു, KSRTC ചേട്ടനും ജോലി എടുക്കുന്നു. എന്നാലും നിറച്ച് സിനിമയുണ്ട്. മിക്കവാറും മദ്രാസ്, കൊച്ചി, അല്ലെങ്കിൽ ഇവിടെയൊക്കെ തന്നെ കേരളം മുഴുവനൊക്കെ ഓടി കിടന്നൊക്കെ സിനിമയുണ്ട്. ഇതിനിടയിലാണെങ്കിലും എന്തെങ്കിലും ഒരു സീരിയൽ അല്ലെങ്കിൽ ഒരു വേറെ എന്തെങ്കിലും ഒരു ആൽബംസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വലിയ ഇഷ്ടമാണ്. നമുക്ക് എല്ലാ മേഖലയും ഒന്ന് ടച്ച് ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ളതുകൊണ്ടാണ്. മാത്രമല്ല നമ്മൾ അവിടെ നിന്ന് വന്നവരാണ്. ഈ സിനിമക്ക് വന്നതിന് മുമ്പ് അവിടെയാണ് ഞങ്ങൾ 10 വർഷം ഉണ്ടായിരുന്നത്. അപ്പൊ അത് നമുക്ക് വിട്ടുകളയാൻ പറ്റില്ല. സമയമില്ലാന്ന് പറഞ്ഞ് വിട്ടുകളയാൻ പറ്റില്ല. അതിന്റെ പേരിൽ എങ്ങനെയെങ്കിലും ഞങ്ങളത് ചെയ്യാൻ ശ്രമിക്കും കേട്ടാ. അങ്ങനെ ചെയ്തപ്പോഴത്തേക്കും നമുക്ക് നമ്മളെ കണ്ടും വന്നത് കോതമംഗലത്താലെ രണ്ടുപേരും കൂടിയായിരുന്നു എനിക്ക് തോന്നുന്നു. അതൊരു ബിജു സുരമ്യ പ്രൊഡ്യൂസർ, പിന്നെ ഒരു ജയഘോഷ് എന്ന് പറഞ്ഞ ഡയറക്ടർ. മനോരമ ചാനൽ പുറത്തിറക്കുന്ന കുട്ടികളുടെ ഒരു സീരിയൽ ഉണ്ട്, കാട്ടിലെ കണ്ണൻ. ആനയാണ് എന്റെ കഥാപാത്രം. അപ്പൊ ഇങ്ങനെയുള്ള ഗ്രാഫിക്സ് ഇത് വളരെ കുറവാണ് അന്നത്തെ കാലത്ത്, തുടങ്ങി വരുന്നേ ഉള്ളൂ. അപ്പൊ ഇത് നന്നായിട്ട് ചെയ്താൽ എല്ലായിടത്തും നമുക്ക് എത്തിക്കാം എന്നൊക്കെ പറഞ്ഞു. ലിറിക്സ് RK ദാമോദരൻ, ഞങ്ങളുടെ തൊട്ടടുത്ത് അയൽവാസിയാണ്. അപ്പൊ കൊള്ളാം. അപ്പൊ അദ്ദേഹം എഴുതുക, അദ്ദേഹം ജീനിയസ് ആണല്ലോ. പണ്ട് മുതലേ എത്രയോ രചനകൾ അദ്ദേഹം ഗംഭീരമാക്കിയിട്ടുണ്ട്. അങ്ങനെ RK ദാമോദരന്റെ ഒരു ലിറിക്ക് കിട്ടിയപ്പോ തന്നെ അതിന്റെ അകത്തൊരു ട്യൂൺ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞ പോലെ അപാരമായ മറ്റുള്ള അദ്ദേഹത്തിന്റെ പിൻതലമുറക്കാരുടെ ഒക്കെ ഗണത്തില് അദ്ദേഹം ഒരു വലിയൊരു ലെജൻഡറി ലിറിക് റൈറ്ററാണ്, കവിയുമാണ്. അപ്പൊ കണ്ണിലുണ്ണിയാണേ, കണ്ണനാണേ, കൊച്ചു കൊമ്പനാണേ, വമ്പനാണേ എന്ന് പറയുമ്പോ തന്നെ ഞങ്ങൾക്കൊരു ട്യൂൺ വന്നു. വേറെ നമ്മുടെ ആലോചിക്കേണ്ടി വന്നില്ല, ഒരു ഇമേജ് അപ്പൊ തന്നെ വന്നു. പിന്നെ ഇത് ആര് പാടും എന്നുള്ള നോക്കിയപ്പോഴത്തേക്കും വേറെ ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞു, ഞാനും ചേട്ടനും പറഞ്ഞു, ഇത് വേറെ ആരെ കൊണ്ടും പഠിക്കണ്ട, സുബിൻ, ചേട്ടന്റെ മോൻ സുബിൻ, ഇളയ മോൻ സുബിൻ തന്നെ പാട്ടെ. അന്ന് ഇത് പറഞ്ഞ പോലെ കുട്ടിയാണ്, ഫീമെയിൽ വോയിസ് ആണ്. നമ്മുടെ പ്രിയത്തിലെ ഒരു പാട്ടും പാടിയിട്ടുണ്ട്. പിന്നെ കുറച്ച് വലുതായപ്പോഴത്തേക്കും കാര്യസ്ഥന സിനിമയിലും മലയാളി പെണ്ണ് എന്നുള്ള പാട്ടും പാടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ സുബിനും എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അതിന്റെ അകത്ത് യാതൊരു തർക്കവുമില്ല. മാത്രമല്ല ഇത് ഇവിടെ മലയാളത്തിൽ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും അത് ഒരു ഹിന്ദിയിലേക്ക് മാറ്റി. ഹിന്ദി മാറ്റിയപ്പോഴത്തേക്കും അപ്പോഴും ഹിന്ദി എഴുതിയത് ആരാണെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഞങ്ങൾ തന്നെ ട്യൂണും ഈ സെയിം ട്യൂൺ ഈ സെയിം ആള് പാടി. അപ്പൊ അങ്ങനെ ഡൽഹി ദൂരദർശനിലും ഇത് വന്നു. അത് ഞാൻ കണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അത് വേണമെങ്കിൽ നമുക്ക് പാടാം. കണ്ണിലുണ്ണിയാണേ, കണ്ണനാണേ, കൊച്ചു കൊമ്പനാണേ, വമ്പനാണേ, ചേലുണ്ട് കലയുണ്ട്, ചേറ്റുമുറം ചെവിയുണ്ട്, നാലുകൾ തൂണുണ്ട്, ചൂലുപോൽ വാലുണ്ട്, കുട്ടനാണേ, കളിക്കുട്ടനാണേ, കേമനാണേ, തുമ്പിക്കയ്യനാണേ. എനിക്ക് ഏറ്റവും എക്സൈറ്റ്മെന്റ് എനിക്ക് തോന്നുന്നു ഈ പാട്ട് കേൾക്കാനായിരിക്കും. കാരണം നമ്മളൊക്കെ കുഞ്ഞുനാളിലൊക്കെ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. അതിന്റെ ഒരു ക്രിയേറ്ററിന്റെ മുമ്പിൽ ഇരിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യും. ഇങ്ങനെ ഒരു അധികം ചെയ്തിട്ടില്ല, പലതും ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാൽ ഇത്രയും നിലനിൽക്കുന്ന ഒരു കുട്ടികളുടെ ഒരു പാട്ട്, ഒരുപാട് കുട്ടികളുടെ പാട്ടൊക്കെ ചെയ്തു. മമ്മൂട്ടി ആദ്യമായിട്ട് പാടിയത് കുട്ടികളുടെ പാട്ടാണ് ഞങ്ങളുടെ. ആണോ? അതേതായിരുന്നു? അത് മമ്മൂട്ടി അപ്പൊ ആ സമയത്ത് എന്തോ ന്യൂഡൽഹിയിലേക്ക് ചെയ്ത് ആ പ്രായത്തില്. അപ്പൊ ഞങ്ങള് രഞ്ജിനി കാസറ്റിന് വേണ്ടിയും മറ്റുള്ള പല കാസറ്റുകൾക്ക് വേണ്ടി സ്ഥിരമായിട്ട് ഇങ്ങനെ ചെയ്ത് പാട്ടുകൾ, പല വെറൈറ്റി ഭക്തിഗാനങ്ങളായിക്കോട്ടെ, എല്ലാ ടൈപ്പ് ഭക്തിഗാനങ്ങളും, ഓണം, അങ്ങനെ എല്ലാ തരം. അപ്പൊ അതിൻ്റെ അകത്ത് ചിൽഡ്രൻ സോങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്.
അത് നമ്മുടെ ഷിബു ചക്രവർത്തിയാണല്ലോ ഞങ്ങളുടെ കൂടെ സ്ഥിരം നിൽക്കുന്നത്. നിക്കുന്നത്. അന്ന് ഷിബു ചക്രവർത്തിക്ക് സിനിമയുടെ വർക്കൊക്കെ അതിന്റെ പേരിൽ ഒരു 12 പാട്ടുണ്ടെങ്കിൽ 5-6 പാട്ടാണ് ഷിബു ചക്രവർത്തി ചെയ്തത്. ബാക്കി 6 ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടി സാർ ചെയ്തത്. അദ്ദേഹം ഇവിടെ തന്നെ ആയിരുന്നു, മാനോരമയുടെ. അപ്പൊ അതില് ആരാണ് എഴുതിയതെന്ന് എനിക്ക് ഓർമ്മയില്ല. മമ്മൂട്ടിയുടെ ഒരു പാട്ടാണ് കഥ നായകരെ എന്ന് പറഞ്ഞിട്ട്. അന്ന് ഇതുപോലെ സ്പൂളില് 4 ട്രാക്ക് സ്പൂളിലാണ് ചെയ്യണത്. നമുക്ക് പോലെ കഥ നായരെ, കസ്തൂരി, നായരെ ഇങ്ങനെ 4ആയിട്ടൊന്നും കട്ട് ചെയ്യാനൊന്നും പറ്റില്ല, ഒറ്റയടിക്ക് പാടിക്കൊള്ളണം. അത് അദ്ദേഹം പാടി. അപ്പൊ പാടിയപ്പോ ഞാൻ ഇങ്ങനെ കണ്ടക്ട് ചെയ്യാൻ ശ്രമിച്ചു. അതുപോലെ കണ്ടക്ടിങ് ഒന്നും വേണ്ട, വായ ഇങ്ങനെ അനക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വായ അനക്കിയ കറക്റ്റ് ആയിട്ട് പുള്ളി ചുണ്ടു നോക്കി കൃത്യമായിട്ട് പാടും. ഡബിങ്ങിന്റെ മമ്മൂക്ക. അതായത് നമ്മള് സാറ് ചുണ്ടനക്കി കൊടുത്ത് അപ്പൊ ഇതാണ് കഥ നായരെ, കസ്തൂരി നായരെ, കാഞ്ഞിരക്കാട്ടമ്പലത്തിൽ തേങ്ങ മൂത്ത് കരിക്കാകുന്നത് കഥ പറയാ, നുണക്കഥ പറയാ. ഞാൻ പേര് കഥ ഇങ്ങനെ കാണിച്ചു കൊടുത്ത് സമ്മതാളം കിട്ടുന്ന കരുതി. അപ്പൊ അതൊന്നും വേണ്ട, ഇങ്ങനെ ചുണ്ട് നമ്മൾ പാടുന്ന പോലെ ഇങ്ങനെ ആക്ഷൻ കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് ഒരു കുഴപ്പമില്ലാണ്ട് പാടും. പക്ഷെ അതിപ്പോ എന്റെ മാസ്റ്റർ കിട്ടാനില്ല, അതിന്റെ ഒരു അബദ്ധമായിട്ടിരിക്കുകയാണ്. ഒരു സങ്കടമാണ് അത് കാര്യത്തില്. അങ്ങനത്തെ കൊറേ ഇതുണ്ടല്ലേ പണ്ട് ചെയ്തതിൽ ഞങ്ങൾക്ക് സങ്കടം വരുന്ന മറ്റൊരു 3 വർക്കുകളുണ്ട്. ഒന്ന് നമ്മുടെ അലി അക്ബർ, അദ്ദേഹം കാരണമാണ് ഞങ്ങൾ കൊച്ചിയിലേക്ക്, ഞങ്ങളാണ് കൊച്ചിയിൽ നിന്ന് മദ്രാസിൽ നിന്ന് കൊച്ചിയിലേക്ക് ആദ്യമായിട്ട് സിനിമ ഇൻഡസ്ട്രി എന്ന് തന്നെ പറയാം. പാട്ടാണല്ലോ തുടങ്ങിയത്. പാട്ട് തുടങ്ങി ഇപ്പൊ ഇന്ത്യ, കേരളത്തിന്റെ ഒരു അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയുടെ ഒരു മലയാളത്തിന്റെ ഒരു ഹബ്ബ്, സിനിമ ഹബ്ബാണ് കൊച്ചിയായിട്ട് മാറി. അതിന്റെ തുടക്കക്കാരി ഞങ്ങളാ. അപ്പൊ അങ്ങനെ അലി അക്ബറിന്റെ സിനിമ, അപ്പൊ അലി അക്ബറും മറ്റുള്ളവരും കൂടി ഞങ്ങളുടെ വീട്ടിൽ വന്ന് പറഞ്ഞു, നിങ്ങൾക്ക് ധൈര്യം ഉണ്ട് കൊച്ചിയിൽ ചെയ്യാൻ. ഞങ്ങൾക്ക് എന്താ ധൈര്യം, കുറവ് സൂപ്പർ സ്റ്റുഡിയോ, അന്ന് നമ്മുടെ ടോമി തെച്ചിൻകേരുടെ സ്റ്റുഡിയോ ഉണ്ട് കാക്കനാട്, റിയാൻ സ്റ്റുഡിയോ. അതുകൂടാതെ ഞങ്ങൾ വളരെ പണ്ട് പോലെ തന്നെ നമുക്ക് അറിയാവുന്ന നല്ല നല്ല വർക്ക് ചെയ്ത് ശീലമുള്ള നല്ല മ്യൂസീഷ്യൻസ് എല്ലാവരും ഇവിടെ തന്നെ, കൊച്ചി തന്നെ. ധൈര്യമായിട്ട് ചെയ്യാം, അതിലൊരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അത് ചെയ്ത് 150 ദിവസം ആ പടം ഓടി. അതിനുശേഷം തുടരെ സിനിമയായിരുന്നു. അപ്പൊ അതാണ്. അപ്പൊ അലി അക്ബർ നമ്മുടെ ഒരു തുടക്കക്കാരൻ. അപ്പൊ അദ്ദേഹത്തിന്റെ ഡയറക്ട് ചെയ്ത ഒരു അറബി പടം ഉണ്ടായിരുന്നു, കുവൈറ്റ് ഗവൺമെന്റിന്റെ ഒരു പടം കൂടിയാണെന്ന് വേണം പറയാം. കുവൈറ്റിലൊരു മിനിസ്റ്ററാണ് അത് എഴുതുന്നത്. അതിനുവേണ്ടി ഒരു 6 പാട്ട് ഞങ്ങൾ ട്യൂൺ ചെയ്ത് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അത് ഇത് അയച്ചു കൊടുത്തിട്ട് അയാൾ ഈ മിനിസ്റ്ററി എഴുതി കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ചെന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ചെയ്ത് തീർക്കുക. ഇതൊക്കെയാണ് ഞങ്ങളുടെ പ്ലാൻ ഉണ്ടായിരുന്നത്. അങ്ങനെ എല്ലാം തയ്യാറാക്കി വന്നപ്പോഴത്തേക്കും പെട്ടെന്ന് അവിടുത്തെ ഒരു പ്രൊഡ്യൂസർ ഉണ്ട്, അലി അക്ബറിന്റെ അളിയൻ, കുവൈറ്റുകാരനാണ്. ആ പ്രൊഡ്യൂസറും മിനിസ്റ്ററുമായിട്ട് എന്തോ ഒരു ചർച്ചക്കുറവ്, ആശയ പൊരുത്തമില്ലായ്മ വന്നിട്ടാണെന്ന് തോന്നുന്നു ആ പ്രൊജക്ട് അവിടെ നിന്നുപോയി. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു നല്ല, ആ സമയത്ത് ഞാനും ചേട്ടനും അറബി പാട്ടുകൾ അല്ലാതെ വേറെ ഒന്നും കേൾക്കില്ലായിരുന്നു. മലയാളം പാട്ടൊന്നും കേൾക്കില്ല. കേട്ട് കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ഇൻഫ്ലുവൻസ് വേണ്ടാന്ന് കരുതിയിട്ട് അറബി പാട്ടോ ഈജിപ്ഷ്യൻ പാട്ടോ അങ്ങനത്തെ ആ ഒരു ജോണറിലുള്ള പാട്ടുകൾ മാത്രം കേൾക്കുള്ളൂ. നമ്മൾ ആ ഒരു മൈൻഡ് സെറ്റ് അങ്ങനെ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് അത് നല്ലൊരു ചാൻസ് ആയിരുന്നു ഞങ്ങൾക്ക്. ഒന്ന് രണ്ട് ദിവസമൊക്കെ ഞങ്ങൾ ഇവിടെ ഷൂട്ട് ചെയ്ത്, റെക്കോർഡ് ചെയ്ത് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരെണ്ണം 6 പാട്ട് തന്നെയുള്ള SP ബാലസുബ്രഹ്മണ്യമൊക്കെ പാടി തീർത്ത ഒരുപാട് വലിയ വലിയ ഗായകരൊക്കെ പാടി ഒരു തമിഴ് സോങ് പാർത്ത മുതൽ നാളെ എന്നുണ്ട്. അതും മ്യൂസിക്കൽ ഹിറ്റായിരുന്നു. അതിലെ ഒരു പാട്ട് SPB ആണ് പാടേണ്ടത്. ഇപ്പൊ SPBയോട് പ്രൊഡ്യൂസറോട് പറഞ്ഞു, പ്രൊഡ്യൂസർ ഡയറക്ടർ എന്തോ പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ ഇത്ര ദിവസം വരും, അങ്ങനെ വരാൻ പറ്റട്ടെ, അവരെങ്ങനെ പുതിയ എനിക്കധികം പരിചയമില്ലാത്ത ആൾക്കാരാണ്, അപ്പൊ അവരുടെ സ്റ്റൈൽ എന്തൊക്കെയാണെന്ന് അറിഞ്ഞിട്ട് ആ പിച്ചൊക്കെ ഒന്ന് ഫിക്സ് ചെയ്യാൻ വേണ്ടി അതൊന്ന് എനിക്ക് അയച്ചു തരാൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ പുള്ളിക്ക് ഭയങ്കര സന്തോഷമായി. പുള്ളി ഒന്നും നോക്കിയില്ല, പുള്ളി പാട്ട് പഠിച്ചാ വന്നത്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തമിഴ്നാട്ടിലെ എല്ലാ ജില്ലകളിലെയും കൂടി കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു ലവ് സോങ്. അങ്ങനെ ഒരു തമിഴ് ഫിലിം സോങ് ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പുള്ളി. ഞങ്ങളെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞ്, അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങളിനി പോയിട്ട് വരാം SPBയോട്. അപ്പൊ പുള്ളി പറഞ്ഞു പോയിട്ടിന് വരണ്ട, പോകാൻ സമ്മതിക്കുന്നില്ല, തമിഴ് ഇൻഡസ്ട്രിയിൽ നിങ്ങളെ ആവശ്യമാണ്, നിങ്ങളിവിടെ നിൽക്ക്, നിങ്ങളിവിടെ നിന്നാൽ മതി, നിങ്ങൾ അങ്ങോട്ടൊന്നും പോകണ്ട പറഞ്ഞു. പോയിട്ട് കാര്യമുണ്ട് വേഗം വരാന്നൊക്കെ പറഞ്ഞിട്ട് പോയതാ. ഇടക്കിടക്ക് വിളിച്ചു ചോദിക്കുമായിരുന്നു ആ പാട്ട് എന്താ, എനിക്ക് എല്ലാ പ്രോഗ്രാമും എല്ലായിടത്തും നടന്ന് പാടാലോ, എനിക്ക് ഇത്രയും ജില്ലകൾ കവർ ചെയ്യണ ഒരു റൊമാൻറ്റിക് സോങ് അല്ല. വിവേക് എന്ന് പറഞ്ഞാൽ
റണ്ണൊക്കെ എഴുതിയേക്കണം. ഇന്ന് അതിലും വലിയ പാട്ടുകളൊക്കെ എഴുതിയിട്ടുണ്ട് പുള്ളി. അതാണ് എഴുതിയത്. അദ്ദേഹവും അത്ഭുതപ്പെട്ടു പോയി. അദ്ദേഹം പറഞ്ഞ് ഞങ്ങളൊരു ഈ 38 ജില്ല 33 ജില്ലയുടെ ട്യൂൺ പറ്റിയവരാണ് കൊടുത്തിട്ടുണ്ടായിരുന്നു. കോവളത്തായിരുന്നു എൻ്റെ കമ്പോസിങ്. പുള്ളി പറഞ്ഞു ഇത്രയും ജില്ലകൾ ഈ ട്യൂണിൽ എനിക്ക് കൊള്ളിക്കാൻ പറ്റില്ല, ഞാനൊരെണ്ണം എഴുതി കൊണ്ടുവന്നിട്ടുണ്ട്, നിങ്ങൾ ചെയ്യുന്നത് പറഞ്ഞു. ഇന്ന് മുഴുവൻ നിന്ന് ചെയ്തോ, നാളെ നോക്കി കേൾക്കാമെന്ന് പറഞ്ഞു. ഞങ്ങളെന്ത് പുള്ളി അങ്ങോട്ട് പോയി 10 മിനിറ്റ് ഞാൻ പറഞ്ഞേ പാട്ട് ചെയ്തിട്ടുണ്ട്. അയ്യോ ഇങ്ങനെ ചെയ്യണ്ട, നിങ്ങൾ സമയമെടുത്ത് പതുക്കെ ചെയ്താന്ന് പറഞ്ഞു. അതല്ല, നിങ്ങൾ ഈ തുടങ്ങി വെച്ചേക്കണത് ഓക്കെ ആണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകും, അതും വെച്ചിട്ട് അങ്ങോട്ട് അവസാനം വരാം. എന്നാൽ പിന്നെ ഞാൻ വരാമെന്ന് പറഞ്ഞു. വന്നപ്പോഴത്തേക്കും ഡയറക്ടർ എല്ലാവരും ഉണ്ടായിരുന്നു. വന്നപ്പോഴത്തേക്കും അവർക്കൊക്കെ ഇഷ്ടപ്പെട്ട്. വളരെ സിമ്പിൾ എന്ന വളരെ അട്രാക്റ്റീവ്, ഞാൻ പ്രിയൻ പറഞ്ഞ പോലെ ഉള്ള ഒരു ഇത് എങ്ങനെ നിനക്ക് സാധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആ പാട്ടൊക്കെ ചെയ്ത് അതൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര പ്രതീക്ഷയായിരുന്നു. അതെ സാറ് ഇപ്പൊ പറയുമ്പോഴേ ഇത് എങ്ങനെയാണ് നിങ്ങള് അല്ല അതല്ല, അത് അതേപോലെ തന്നെ കന്നഡ പടം ചെയ്തത് അതും നല്ല പാടായിരുന്നു. നല്ലൊരു സ്റ്റോറിയുമായിരുന്നു. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ എൻ്റെ ഡയറക്ടർ മരിച്ചുപോയി. അത് കറക്റ്റായിട്ട് അത് പബ്ലിഷ് ചെയ്തില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ ചെയ്തു മിക്സ് ചെയ്തു കൊടുത്തു എന്നുകൊണ്ട് കാര്യമൊന്നുമില്ല, ജനങ്ങളിലേക്ക് എത്തിയത് വേറെ പ്രോസസ്സാണ്. അപ്പൊ നിങ്ങളിവിടെ ഷൂട്ട് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല, എല്ലായിടത്തും എത്തണ്ടേ. അപ്പൊ എന്ന് പറയുന്ന പോലെ എല്ലാം കൂടി അവസാനം ടോട്ടൽ എല്ലാവരും എത്തിയെന്ന് സമാധാനം വരുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുള്ള വിങ്ങൽ മാറുള്ളൂ. അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ആ ക്രിയേറ്ററിന്റെ ഒരു വിങ്ങൽ ഇങ്ങനെ ഉള്ളിലുണ്ടാവും. അത് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ അതേപോലെ ദാസേട്ടനൊക്കെ മനോഹരമായിട്ട് പാടി ഞങ്ങളെ കെട്ടിപ്പിടിച്ചത്, നമുക്ക് ഈ പാട്ട് ഡൽഹിയിൽ ഉറപ്പായിട്ടും കിട്ടും, നമുക്ക് അവിടെ കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് കെട്ടിയൊക്കെ പിടിച്ച് പോയ പാട്ടുകാരുണ്ട്. അതൊക്കെ ഇടയ്ക്ക് വെച്ച് നിന്നുപോയി പ്രൊജക്റ്റ്. അങ്ങനെ പ്രൊജക്റ്റ് നിന്നുപോയ ഒരുപാട് ഇതുണ്ട്. നമ്മൾ അതുമാത്രം ഫോക്കസ് ചെയ്തത് നമ്മൾ ചെയ്ത് ജനങ്ങളെ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള പലതും നമ്മൾ മറന്നു പോകും. അതിൻ്റെ പേരിൽ പോയതൊക്കെ പോട്ടെ, അത്രേ ഉള്ളൂ. കുറെ ഇങ്ങനെ ജീവിതം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കുറെ ലാഭവും കുറെ നഷ്ടവും കൂടി കൂടുമ്പോഴേ ജീവിതമാവുള്ളൂ. പിന്നെ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ടുണ്ട്, ഒരു ലാഭം കിട്ടണമെങ്കിൽ ഒരു നഷ്ടം സഹിച്ചേ മതിയാവും അല്ലേ. അതുകൊണ്ട് എല്ലാ ലാഭം കൂടി നമ്മൾ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാലത്തും നമുക്ക് ലാഭം ഉണ്ടാവില്ല. അപ്പൊ ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോടും പറഞ്ഞതാണ്, അപ്പൊ അവർക്ക് അവിടെ പോകണം ഇവിടെ പോകണം കല്യാണം ഉണ്ട് മറ്റേ. ഞാൻ പറഞ്ഞ് നിങ്ങൾക്കിപ്പോൾ ഈ അടുത്ത ആഴ്ച കിട്ടേണ്ട ഒരു സർട്ടിഫിക്കറ്റ് അതിന് വലിയ വാല്യൂ ഉണ്ട്. അത് കിട്ടാൻ വേണ്ടി ചിലപ്പോൾ 1-2 കാര്യം കുറെ സന്തോഷമൊക്കെ കുറെ മാറ്റി വെക്കേണ്ടി വരും അല്ലേ. ഞാൻ അങ്ങനെ ചെയ്യണത്. എനിക്ക് എല്ലാം കൂടി ഞാൻ ഒരാളോടും ഓക്കെ പറയില്ല. ഞാൻ പറയും എനിക്ക് ഇന്ന കാര്യം ചെയ്യാനുണ്ടായില്ല, ഞാൻ ഓക്കെ അല്ല. പക്ഷെ ഇൻസ്ട്രുമെന്റിന്റെ കാര്യത്തിൽ എനിക്ക് നോ പറയാൻ അറിയാൻ പാടില്ല. ചെറുപ്പം പോലെ ബുൾബുളും 3 വയസ്സിലോ 4 വയസ്സിലോ ഞാൻ വായിച്ചു തുടങ്ങി. ചേട്ടൻ കാരണമാണ് ഞാൻ വായിച്ചത്. അത് അങ്ങനെ ഒരുപാട്. എനിക്കിപ്പോ 2 ആഴ്ചക്ക് മുമ്പ് ദുബായിൽ നിന്ന് എൻ്റെ ഒരു സ്റ്റുഡന്റ് വഴി ഒരു ബാൻജോ കിട്ടിയിട്ടുണ്ട്. അത് വേറൊരു ട്യൂണിങ് ആണ്. അതേപോലെ ഊതുണ്ട്, ഒരുപാട് ഇൻസ്ട്രുമെന്റ് ഇപ്പൊ എൻ്റെ ഇരിപ്പുണ്ട്. എല്ലാം വേറെ 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 ഇൻസ്ട്രുമെന്റാ. എനിക്ക് വായിക്കാമോ എന്ന് ചോദിച്ചാൽ നോ എന്ന് പറയാൻ എനിക്കറിയാൻ പാടില്ല. ഞാൻ അങ്ങോട്ട് വായിക്കും. അതെങ്ങനെയെങ്കിലൊക്കെ ഒപ്പിക്കും. അതൊന്നും അറിയില്ല എന്ന് പറയില്ല. അതെ. അതേപോലെ പഠിപ്പിക്കുന്ന കാര്യത്തിലാണെങ്കിലും ഞാൻ ഡിഗ്രി ബിഷാരദ് എന്ന് പറഞ്ഞ എൻ്റെ ഹിന്ദുസ്ഥാനിയുടെ ഡിഗ്രിയുടെ പേര്, ഇന്റർനാഷണൽ തലത്തിൽ അറിയപ്പെടുന്ന ഒരു ഡിഗ്രിയാണ്. അത് ആകുന്നതിന് മുമ്പ് തന്നെ ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങി. ഞാനത് പാസ്സാകണ്ട എങ്ങനെ ഞാൻ പഠിപ്പിക്കണത്? അങ്ങനെയൊന്നുമല്ല, എനിക്കറിയാവുന്ന പഠിപ്പിക്കുമ്പോ അതൊരു അറിവല്ലേ. അതെ. ഓക്കെ. അപ്പൊ ഇതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ കണ്ണിലുണ്ണിയാണെ പോലെ മറ്റൊരു ഇതുണ്ട്. എല്ലാരും ആ ഒരു സമയത്ത് ട്രെൻഡിങ് ആയിരുന്നു, പരസ്യത്തിലൊക്കെ പാട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭീമയുടെ പെണ്ണായാൽ പൊന്നു വേണം. അതെങ്ങനെയാ സംഭവിച്ചത്? അത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇതുപോലെ ഒരാഴ്ച ആ പടം പറഞ്ഞ റിലീസായില്ല. ദാസേട്ടനൊക്കെ പാടിയ സൂപ്പർ ഒരു വെസ്റ്റേൺ ഓറിയന്റഡ് ഫിലിമായിരുന്നു. അത് വന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് തേന്മാവൻകൊമ്പത്തിന്റെ വേറൊരു വെർഷൻ ഞങ്ങൾ കിട്ടിയാണ്. 6 പാട്ട് ഒരു വെസ്റ്റേൺ സ്റ്റൈൽ പാട്ട്, ഓർക്കസ്ട്രേഷൻ എല്ലാ ആളുകളും സമ്മതിച്ചാണ് അവിടെ. മദ്രാസിലാണെന്നെല്ലാം ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് തളർന്നൊടിഞ്ഞ് ഞങ്ങൾ പിറ്റേ ദിവസം എങ്ങനെയും ഇങ്ങോട്ട് പോന്നാവെന്നും അതിന്റെ റെസ്റ്റ് എടുക്കാം, ഒരു ദിവസം രാത്രി റെസ്റ്റ് എടുക്കാം. പിറ്റേ ദിവസം ഞങ്ങൾ ഇങ്ങോട്ട് നമ്മള് ട്രിവാൻഡ്രത്തെ റെയിൽവേ സ്റ്റേഷനിലെ എല്ലാ കലാകാരന്മാരും സിനിമാക്കാരെല്ലാം കൂടി ഇങ്ങനെ കൂടിയിട്ട് ഒരു ആഘോഷത്തിലാണ് ഇങ്ങോട്ട് കൊച്ചിയിലേക്ക് അല്ലെങ്കിൽ തിരുവനന്തപുരത്തേക്കൊക്കെ വരുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ രാത്രി ആയപ്പോഴത്തേക്കും അതിന്റെ ആള് വിളിച്ചു, ഡയറക്ടർ വിളിച്ചു, ഈ പരസ്യത്തിന്റെ ഡയറക്ടർ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളിപ്പോ എവിടെയും മദ്രാസിൽ എവിടെയാണെന്ന് ചോദിച്ചു. മദ്രാസിൽ ഇന്ന സ്ഥലത്ത് നിൽക്കുകയാണ്. നമുക്ക് അന്നും മൊബൈലൊന്നും ഇല്ല. എന്നാൽ നിങ്ങൾക്ക് എന്നാ ഇങ്ങോട്ട് പോരണത് പറഞ്ഞു. ഞങ്ങൾ നാളെ കാലത്ത് ഇങ്ങോട്ട് പോരും, നാളെ വൈകുന്നേരം ഇങ്ങോട്ട് പോരും. എന്നാ പോകല്ലേ, ഒരു പരസ്യം ചെയ്യണം. അപ്പൊ എന്ത് പരസ്യം? അപ്പൊ ഭീമയുടെ പരസ്യമാണ്. അപ്പൊ ചെയ്യാന്നായി. അപ്പൊ അതിന് ലിറിക്ക് ആർക്കേതാ പകരം തന്നെ. അന്ന് ഇതുപോലെ നമുക്ക് മൊബൈലിൽ എടുക്കാൻ വാട്സാപ്പും കാര്യങ്ങളും അങ്ങനെ ഒന്നും ഇല്ല. അപ്പൊ ആർക്കേ ദാമോദരനെ കൊണ്ട് വിളിപ്പിച്ചിട്ട് അത് നിങ്ങൾ എഴുതിയെടുക്കണം എന്ന് പറഞ്ഞു.
അപ്പൊ എഴുതിയെടുത്തപ്പോ കിട്ടിയ ലിറിക്കാണ് പെണ്ണായാൽ പൊന്നു വേണം പൊന്നും പൊന്നിൻ കുടമായി ഇടണം. എന്ത് മനോഹരമായ ലിറിക്കാണ്. ഉം. അപ്പൊ അത് എഴുതി കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം. അപ്പൊ പിറ്റേ ദിവസമാണ് റെക്കോർഡിങ്. ഇളയരാജയുടെ എനിക്ക് ഏതോ ഒരു ഡയറക്ടറും അല്ല ഡയറക്ടർ അല്ല അസിസ്റ്റന്റ് മ്യൂസിക് ഡയറക്ടർ കീബോർഡ് മറ്റവർ എല്ലാവരും ഇളയരാജ ആൾക്കാരാ. അപ്പൊ അങ്ങനെ ഒരു സ്റ്റുഡിയോയിൽ വന്നു വെച്ചാൽ മതി. ശ്രീരാം എന്ന് പറഞ്ഞ ഒരാളുണ്ടല്ലോ, ഡയറക്ടർ ശ്രീരാം, വലിയ പേരുള്ള. അപ്പൊ അദ്ദേഹമാണ് ഡയറക്ടർ. അപ്പൊ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. ഉണ്ണിമേനാണ് പാടുന്നത്. അങ്ങനെ ഞങ്ങൾ ട്യൂൺ ചെയ്ത് ഒരെണ്ണം ഈ താളത്തിൽ 6/8 എന്ന് പറയില്ലേ, അത് നല്ല പാട്ടായിരുന്നു. പിന്നെ ഒരു ഞങ്ങളെപ്പോഴും 2 3 ട്യൂൺ ഇട്ട് കൊടുക്കുമല്ലേ. അപ്പൊ അങ്ങനെ ഇട്ട പാട്ടാണ് പെണ്ണായാൽ പൊന്നു വേണം പൊന്നും കുടമായിടേണം പത്തരമാറ്റവൾ കേകാൻ ഭീമതൻ സ്വർണം ചാർത്തിടേണം ഭീമതൻ സ്വർണം ചാർത്തിടേണം. അതൊക്കെ ടകടകയെന്ന് ഇങ്ങനെ വന്നു. അത് കേൾപ്പിച്ചു കൊടുത്തപ്പോ തന്നെ നമ്മൾ ഇതുപോലെ ഫോണിൽ കേൾപ്പിച്ചു കൊടുത്തപ്പോ അവർക്ക് ഓക്കെ. പിറ്റേ ദിവസം രാവിലെ അവർ വന്ന് നേരെ റെക്കോർഡിങ് തുടങ്ങി. അല്ല, ഈ പരസ്യത്തിൽ മ്യൂസിക് വരുന്ന ഒരു ട്രെൻഡ് അതിന് ശേഷമാണോ വന്നേ? അതിനെപ്പറ്റി എനിക്കറിയില്ല. പക്ഷെ ഈ ഭീമയുടെ തന്നെ ഒരു വർക്ക് ഞങ്ങൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാ വെച്ചാൽ സാക്സഫോൺ, സാക്സ് രാജ എന്ന് പറഞ്ഞ ആളാണ്. അത് ആദ്യം വായിച്ചത് ഗംഭീരമായിട്ട് വായിച്ചത് നമ്മുടെ മരിച്ചുപോയ കണ്ണൻ എന്ന് പറഞ്ഞ ആളെ കൊണ്ട്. കുറച്ച് കോയിനുകളൊക്കെ ഇങ്ങനെ ഇങ്ങനെ താഴ്ത്തോട്ട് വീണ ഒരു ഇമേജ് ആയിരുന്നു. എന്നിട്ട് അവിടെ നിന്നൊരു നല്ലൊരു കർണാട്ടിക് സ്റ്റൈലിലൊരു നാട്ടരാഗത്തില് ഗംഭീര ഒരു പ്രോഗ്രാം കണ്ണൻ കാഴ്ച വെച്ചു. അത് തന്നെ കുറച്ച് വ്യത്യാസപ്പെടുത്തി സാക്സ് രാജ എന്ന് പറഞ്ഞാൽ സൗത്ത് ഇന്ത്യയിലെ നമ്പർ 1 സാക്സ് രാജ, നമ്മുടെ AR റഹ്മാനൊക്കെ സാക്സ് വായിക്കുന്ന ആള്. അദ്ദേഹം വായിച്ച ശേഷം പിന്നീടാണ് ഞാൻ അപ്പൊ വായിച്ച സമയത്ത് ഞങ്ങൾ അവിടെ ഇല്ലായിരുന്നു. പിന്നീട് കണ്ടപ്പോഴത്തേക്കും പിന്നെ ചന്ദ്രലേഖയുടെ എന്തോ വർക്ക് കണ്ടപ്പോഴത്തേക്കും പറഞ്ഞു നിങ്ങളുടെ വർക്ക് നല്ലതായിരുന്നു, ഞാനത് വായിച്ചത് ഞാൻ കേട്ട് എന്ന് പറഞ്ഞു. അപ്പം പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ദിലീപേട്ടന് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ പാട്ട് ചെയ്തേക്കണേന്ന് തോന്നുന്നു. ആ ഒരു കോംബോ ഭയങ്കരമായിട്ട് എല്ലാ സോങ്സും അതേപോലെ പ്രേക്ഷകർക്കിടയിലേക്ക് ഹിറ്റ് ആയിട്ട് ചെറുതും വലുതും ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുണ്ട്. എത്ര പടങ്ങൾ ചെയ്തെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഷാഫി സാറിന്റെ ഒക്കെ കോംബോയിൽ തന്നെയുള്ള മിക്ക മൂവീസിലും ചെയ്തിരിക്കുന്നത്. അപ്പം ദിലീപിന്റെ അടുത്ത് ചെയ്യുമ്പോഴുള്ള ചെറിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളെ ഇട്ട് കസക്കി കളയും. ഒരു മാതര ട്യൂണൊന്നും ഇഷ്ടപ്പെടില്ല. നമ്മൾ ഒരെണ്ണം ചെയ്ത് 2 എണ്ണം ചെയ്ത് 3 എണ്ണം ചെയ്ത് അങ്ങനെ കുറെ സമയം എടുത്ത് അവസാനം പുള്ളിയുടെ എല്ലാ കോമൺ ആയിട്ടുള്ള എല്ലാവർക്കും വളരെ പെട്ടെന്ന് പിടിക്കണം, അങ്ങനത്തെ ട്യൂണേ പുള്ളിക്ക് വേണ്ടത്. പക്ഷെ എന്നാ പോലും പുള്ളിയുടെ ഒരു പടത്തില് ഞങ്ങളെ ഏറ്റവും കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പാട്ട് അദ്ദേഹത്തിന്റെ പടത്തിലാണ് ചെയ്തത്. അത് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ചന്തം കാളന്തി ചെസ്സിലെ. അത് സിബി ഉദയന്റെ ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ സിബി ഉദയനാണ് പറഞ്ഞത് ഇങ്ങനൊരു ഡാൻസ് മത്സരം കോമ്പറ്റീഷനിൽ വിജയിക്കുന്ന ഒരു പാട്ടായിരിക്കണം എന്ന് പറഞ്ഞു. ഞങ്ങൾ അതിനുശേഷം ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും ഞാൻ വേറെ കാര്യങ്ങളൊക്കെ ആലോചിച്ചിരുന്നു. ചേട്ടനാണ് ഇങ്ങനെയൊക്കെ കുറച്ച് വാശിക്കാരൻ ആള്. അപ്പൊ പറഞ്ഞിടാ, ഡാൻസ് മത്സരത്തില് കോമ്പറ്റീഷനിൽ വിജയിക്കുന്ന ഒരു പാട്ടെന്ന് പറഞ്ഞത് സാധാരണ നമ്മൾക്കൊന്നും അല്ല അത് കിട്ടേണ്ടത്. രവീന്ദ്രമോഹന്റെ പോലത്തെ ഉരുപ്പടി ആൾക്കാർ വേറെ ഉണ്ട്. ഇതിപ്പോ അദ്ദേഹം എപ്പോഴും ഉണ്ട്. ഇതിപ്പോ നമ്മൾക്ക് ആ സിറ്റുവേഷൻ തന്നേക്കാൻ, അപ്പൊ നമ്മൾ മാക്സിമം വെച്ച് പൊരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ആരും പ്രതീക്ഷിക്കാത്ത ബഹുമാരണി എന്ന് പറഞ്ഞൊരു രാഗം അതിൻ്റെ അകത്ത് ചെയ്ത് ദാസേട്ടനും ചിത്രയൊക്കെ പാടി തകർത്ത്. അപ്പോഴേ ഞങ്ങൾ ആലോചിച്ചു നമുക്ക് ഏത് ടൈപ്പ് പാട്ട്, എത്ര ടഫായിട്ടുള്ള പാട്ട് നമുക്ക് ചെയ്യാൻ ഒരു പേടിയും വേണ്ട. നമ്മളാ ഭാഗത്തേക്ക് ഉയർന്നെച്ചാൽ മതി. പാടാനിവിടെ ഗാനഗന്ധർവനും വാനമ്പാടിയൊക്കെ ഉള്ളപ്പോ എന്താ പ്രശ്നം? അപ്പൊ അതൊക്കെ ഒരു വലിയൊരു ഭാഗ്യമാണ് മ്യൂസിക് ഡയറക്ടർമാരുടെ. ഇപ്പം ചിത്ര ചേച്ചിയായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഉള്ള എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് എല്ലാം ഷെയർ ചെയ്യാം. ചിത്രമായിട്ടുള്ള വർക്ക് ചെയ്യുമ്പോൾ 2-3 ഇൻസിഡൻസ് പറയാം. ഒന്ന്, ചിത്രയുമായിട്ട് ഞാൻ ആദ്യം ഒരുമിച്ച് മ്യൂസിക്കിന്റെ കാര്യത്തിന് വേണ്ടി കൂടുന്നത്, ഞാൻ പുറകിൽ നിന്ന് ഗിറ്റാർ വായിക്കുന്നു, ചിത്ര പാടുന്നു. അത് ആ സമയത്താണ് വന്നത്. ഞങ്ങൾ പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞ് സ്റ്റേജിലേക്കാണ് ചിത്ര വരുന്നത്. അന്ന് വലിയ പരിചയമൊന്നും ഇല്ലായിരുന്നു. പിന്നെ പക്ഷേ വർക്കിൽ ശരിക്കും റെക്കോർഡിങ്ങിൽ ആദ്യമായിട്ട് കൂടുന്നത് രഞ്ജിനി കാസറ്റിന്റെ ആദ്യത്തെ വർക്ക്, പ്രേമ കവിതകളെ എന്നൊക്കെ ഉള്ളൊരു സിനിമയുടെ പേരിലായിരുന്നു അത് ഇറക്കിയത്. അപ്പൊ അതിന് ചിത്രയുടെ അച്ഛനും കൂടിയാണ്
നമ്മുടെ ആലാപ് സ്റ്റുഡിയോ, പണ്ടത്തെ ആലാപ് സ്റ്റുഡിയോക്ക് മുമ്പ് ഒരു ശ്രീരാഗം എന്ന് പറഞ്ഞൊരു സ്റ്റുഡിയോ ഉണ്ടായിരുന്നു. ആ സ്റ്റുഡിയോയിലാണ് അവർ വന്ന് പാടുന്നത്. അപ്പോൾ 1-2 പാട്ടുകളൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ പറഞ്ഞു ഇനി അടുത്ത പാട്ടിൽ കുറച്ച് ഹമ്മിങ്സ് ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഉച്ചയൊക്കെ സമയമായപ്പോഴത്തേക്കും അവരിയ്ക്കുമ്പോൾ തന്നെ എൻ്റെ തൊട്ടടുത്ത് തന്നെ അച്ഛനും ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇങ്ങനെ പാടിക്കൊടുത്തു ഓരോ ഇൻട്രൊഡക്ഷനിലുള്ള അമ്മിങ്, ബി.ജി.എസിലൊക്കെ ഉള്ള അമ്മിങ് ഒക്കെ ഇങ്ങനെ പാടിക്കൊടുത്തു. അപ്പോൾ അവർ അപ്പം തന്നെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് നോട്ട് എഴുതിയെടുക്കുക വെറുതെ പാടിയാൽ പോരാ, നോട്ട്സ് എഴുതിയെടുക്കുക. അപ്പം ഈ ഹമ്മിങ്ങിൻ്റെ തന്നെ സരിഗമ പദനിസ കറക്റ്റ്, അത് ഇടയ്ക്ക് താളമൊന്നും ഇല്ലാണ്ട് എഴുതുമ്പോൾ താളത്തിൽ എഴുത് എന്ന് പറയും. അങ്ങനെ ആദ്യമായിട്ട് ഞാൻ അങ്ങനെ കാണുന്നത്. സാധാരണ പാട്ടുകാർ ട്യൂൺ കേൾക്കുമ്പോൾ ട്യൂൺ അങ്ങനെ പാടുന്നല്ലേ ഉള്ളൂ. അപ്പം അങ്ങനെ പാടി പെർഫെക്റ്റ് ആയിട്ട് പാടി തീർത്ത് പോയി. പിന്നീടാണ് ഓരോരോ കാസറ്റ് വർക്കിന് കാസറ്റ് വർക്കിന് ഞങ്ങളുടെ ഈ രഞ്ജിനി കാസറ്റിന്റെ തന്നെ ഓണപ്പാട്ടുകൾക്കൊക്കെ 5 പാട്ട് 4 പാട്ടൊക്കെ ഇടയ്ക്ക് സുജാത പാടും, അല്ലെങ്കിൽ ചിത്ര പാടും, അങ്ങനെ മാറി മാറി പാടിക്കൊണ്ടിരുന്നു. അങ്ങനെ നമ്മൾ മ്യൂസിക് ഫീൽഡിലല്ലേ, ഒരു ഫാമിലി ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കല്ലേ. കുറച്ച് ആളുകളുമായിട്ടൊരു ഭയങ്കര കോംബോയും. അതെ. പിന്നെ അതിനുശേഷം പൂനിലാമഴ എന്നുള്ള പാട്ട് പാടാൻ വേണ്ടി വന്നു. മാനത്തെ കൊട്ടാരം. പൂനിലാമഴ പാടി കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇപ്പൊ പാടണ പോലെയൊക്കെ തന്നെ അന്നും പാടി. ചിത്ര എന്നിട്ട് പറഞ്ഞ് എനിക്ക് ഒരു അവസരവും കൂടി തന്നെ. എന്തിനാണ്, എനിക്ക് ഒന്നും കൂടി പാടണം. ഈ പാട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ചുകൂടി പവർ വേണം, പിന്നെ ബ്രീത്തിങ് ഒക്കെ കുറേ കൂടി പെർഫെക്റ്റ് ആക്കണം. എന്നുണ്ടെങ്കിൽ പൂനിലാമഴ പെയ്തിറങ്ങിയ ഇവിടം വരെ ഒറ്റ ബ്രത്തിൽ ഒരു പരുക്കും ഇല്ലാണ്ട് പാടി തീർക്കണം. അതെനിക്ക് ചില സ്ഥലത്തൊക്കെ പോയിട്ടുണ്ട്. പിന്നെ ആ സ്ഥലം മാത്രം പാടിയ പോലെ, അത് പറ്റില്ല, എനിക്ക് ഒന്നും കൂടി പാടണം. അപ്പൊ ഇന്ന് സമയമില്ല, അത് കുഴപ്പമില്ല, നാളെ വെളുപ്പിന് എപ്പോഴാണെന്ന് വെച്ചാൽ വന്നേക്കാം. റെക്കോർഡേഷന് വിളിച്ചപ്പോൾ പറഞ്ഞു നാളെ രാവിലെ 7 മണിക്ക് എത്ര സമയം പറഞ്ഞു. അത് കൃത്യമായിട്ട് വന്ന് ഞങ്ങളെ പോലും ബുദ്ധിമുട്ടിച്ചില്ല, ഒന്നും കൂടി പാടി. അതാണ് ആ കമ്മിറ്റ്മെന്റ്. പിന്നെ അതേപോലെ പല സമയത്തുണ്ടായിട്ടുണ്ട്. പുതുമഴയായി പാടിയപ്പോഴേ പുതുമഴയാ. അപ്പൊ ഞങ്ങൾ ആദ്യം തന്നെ ഞാനും ചേട്ടനും പറഞ്ഞു ഹൊറർ സോങ് ആണ്, നമുക്കറിയാല്ല, ജാനകമ്മയൊക്കെ പാടി തകർത്ത ഫീൽഡാണിത്. ജാനകമ്മ ഇവിടെ കിടക്കണേ, ഞാനിവിടെ കിടക്കണേ, അങ്ങനെ തന്നെ കമ്പയർ ചെയ്യല്ലേ എന്നൊക്കെ പറഞ്ഞ്, അതൊന്നുമില്ല, അത് അടിപൊളിയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് തുടങ്ങി. പകുതി എത്തിയപ്പോഴത്തേക്കും ഒരു പാട്ട് ഇവിടെ നിർത്തി. പാട്ട് നിർത്തിയിട്ട് മദ്രാസിലെ സ്റ്റുഡിയോയിലായിരുന്നു. ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഇന്ന് ഇവിടെ ഉണ്ടാ, നാളാം കൂടി കഴിഞ്ഞിട്ട് പോയാൽ മതിയാ? അയ്യോ ഞങ്ങൾക്ക് ഇന്ന് വൈകുന്നേരം പോകണം, ഞങ്ങൾക്ക് അവിടെ നാളെ ചെന്നിട്ട് ഓരോരോ കാര്യങ്ങളുണ്ട്. മാത്രമല്ല ഞാൻ പറഞ്ഞു എനിക്കിവിടെ എൻ്റെ വൈഫിൻ്റെ ഇളയ മോള്, അതായത് ഞങ്ങളുടെ മോള് സെറീന്ന് വിളിക്കണേ, അപ്പൊ ഡെലിവറി ആയിട്ട് ഇരിക്കുന്നത്, അത് 2-3 ദിവസത്തിനുള്ളിൽ ആവും, അപ്പൊ ഞാനവിടെ എന്തായാലും വേണം എന്ന് പറഞ്ഞു. അത് കുഴപ്പമില്ല, ഏത് സ്റ്റുഡിയോ, ഏത് ഹോസ്പിറ്റലാണ്? അത് ഇന്ന ഹോസ്പിറ്റലിൽ, അന്ന് അതിനടുത്തൊരു സ്റ്റുഡിയോ ബുക്ക് ചെയ്യാൻ നോക്കി. ഞാനിപ്പോൾ അന്നൊരു തിങ്കളാഴ്ചയാണ്, ശനിയാഴ്ച ഞായറാഴ്ച അങ്ങനെ എനിക്കാണ്, ഞാൻ ബുധനാഴ്ച അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞു. അപ്പം അതേപോലെ ഞാൻ ഇവിടെ വന്നിട്ട് അതിൻ്റെ അടുത്തുള്ള സ്റ്റുഡിയോ ബുക്ക് ചെയ്ത് പിന്നെ കറക്റ്റായിട്ട് ഇവിടെ വന്ന് ഉച്ചയ്ക്ക് ഒരു സമയം പറഞ്ഞ ആ സമയത്ത് തന്നെ ഇവിടെ വന്നിട്ട് എന്നെ വിളിച്ചപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു ഞാൻ ഹോസ്പിറ്റലിൽ ഇരിക്കുകയാണ്, അന്ന് വാ ഞാനിവിടെ ഉണ്ട് എന്ന് പറയും. ചേട്ടനെ വിളിച്ച് ഞങ്ങൾ 3 പേരും കൂടി ബാക്കി പുതുമഴയെ പകുതി വരെ മദ്രാസിൽ, ബാക്കി പകുതി എറണാകുളത്ത് സ്റ്റുഡിയോ. ആരെങ്കിലും അറിയോ അതങ്ങനെ? 2 അല്ല, ഞങ്ങളെ സംബന്ധിച്ചാൽ അത് ഓക്കെയാണ്, ആദ്യം പോലെ അവസാനം വരെ മദ്രാസിൽ പാടിയത് ഓക്കെയാണ്. പക്ഷെ പുള്ളിക്കാരത്തി സമ്മതിക്കില്ല. അതുപോലെ അവസാനം ഇപ്പൊ എവിടെയെങ്കിലും 4 വരി പാടിയിട്ട് ലാസ്റ്റ് ഒരു വരിയുടെ ഒരു അറ്റത്ത് എവിടെയെങ്കിലും കുഴപ്പം പറ്റി കഴിഞ്ഞാൽ നമ്മൾ പറയും, അപ്പൊ കമ്പ്യൂട്ടറൊക്കെ ഉണ്ടല്ലോ, നമുക്ക് അത് പഞ്ച് ചെയ്തെടുക്കും, വേണ്ട ആദ്യം പോലെ വരും. എനിക്ക് അതാ ശീലം എന്ന് പറയും. അപ്പോൾ ദാസേട്ടനൊക്കെ അങ്ങനെയൊക്കെ ഒരു ശീലമുണ്ട്. ഒരു വരിയെങ്കിലും മിനിമം ഒറ്റ പാടിയിരിക്കും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ചന്തം കാളന്തി, ഇതുപോലെ പുള്ളിക്കാരത്തേക്ക് വേണമെങ്കിൽ ഒറ്റയടിക്കാൻ പാടായിരുന്നു. പക്ഷെ ഇതേ പവറിൽ എനിക്ക് ഇപ്പൊ പാടാൻ പറ്റില്ല. പവർ പാടാൻ പറ്റുന്ന പാടിയാകുമ്പോൾ മനസ്സിലാവില്ല പവർ കുറഞ്ഞില്ലെന്ന്. പക്ഷെ എന്നാൽ തന്നെ അവർക്ക് അത് പോരാ, അവർക്ക് ഇതിന്റെ ഇരട്ടി പാടണം. അപ്പൊ ഞാൻ ഒന്നും കൂടി ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് പിന്നെ ഒരു മാക്സിമം ഔട്ട്പുട്ട് തന്നെ കൊടുക്കണം. അത് ഈ ലെജൻഡറി ആയിട്ടുള്ള എല്ലാ സിംഗേഴ്സിനും, അതായത് ദാസേട്ടനായിക്കോട്ടെ, ജയേട്ടനായിക്കോട്ടെ, MG ശ്രീകുമാർ, സുജാത, അതേപോലെ ഇവരെല്ലാവർക്കും ആ ഒരു പണ്ടത്തെ ആൾക്കാരെ. അതുണ്ടെങ്കിൽ വേറൊരു കാര്യമുണ്ട്, ഇവർ സുജാത ചിത്രയുടെ ഒരു ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്റെയൊക്കെ ചെറുപ്പത്തിൽ എനിക്കുള്ള ഒരു സങ്കടം ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പാട്ട് കേൾക്കുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട്, പക്ഷെ നമ്മുടെ ആൾക്കാരല്ലല്ലോ ഈ പാടുന്നത്, ജാനകിയമ്മയായാലും സുശീലാമ്മയായാലും. നമ്മള് അവരെ
വിളിച്ചു വരുത്തി പാടിക്കല്ലേ, അതെ. മലയാളം പറഞ്ഞു പറഞ്ഞു കൊടുത്ത്. ഉം. ഈ കേരളത്തിൽ ജനിക്കുന്ന ഒരാളും ഇതുവരെ ആ ലെവലിലേക്ക് പിന്നെ വന്നിട്ടില്ലല്ലോ. ഉം. പണ്ട് ദാസേട്ടന് മുമ്പ് പാടിയിരുന്ന മുഴുവൻ തമിഴന്മാരായിരുന്നു എന്ന് അതെ. പറയുന്ന പോലെ. അപ്പൊ തമിഴ്, തെലുങ്കിന്റെ ഒരു ആൾക്കാരായിരുന്നു ഇരുന്നത്. എല്ലാവരോടും നമുക്ക് സ്നേഹമാണ്. എല്ലാവരും അപാരമായിട്ട് അസലായിട്ട് മലയാളം പാടുന്നുണ്ട്. പക്ഷെ ഒറിജിനൽ മലയാളി അല്ലല്ലോ. ആ. അതൊക്കെയാണ് ഇവർ മാറ്റിയെടുക്കുന്നത്. അതെ. നല്ല മലയാളികൾ അതിന്റെ പുറകെ ഒരുപാട് പേര് വന്നിപ്പോ. ഉം. ഒട്ടും മോശമല്ല ഇപ്പോഴത്തെ ആൾക്കാർ. ഇപ്പോഴത്തെ പാടുന്ന ആൾക്കാര് എല്ലാരും സൂപ്പർ ആൾക്കാർ തന്നെ. സാറിന് ഇപ്പോഴത്തതിലൊരു ഫേവറേറ്റ് അല്ലെങ്കിൽ ഓക്കെ ഒന്ന് തോന്നുന്ന ഇവിടെ ഇപ്പോഴത്തെ അല്ല, ഞാൻ ഒരു കാര്യം പറയാം. ദാസിയേട്ടൻ, ചിത്ര എന്ന് പറയുന്ന പോലെ എന്ത് കൊടുത്താലും ഒരേപോലെ നന്നായിട്ട് പാടും എന്ന് പറയുന്ന ആൾക്കാര് ഇപ്പൊ ഉണ്ടോ എന്ന് എനിക്കറിയില്ല അതിനെപ്പറ്റി. ഇപ്പൊ ക്ലാസിക്കൽ പാടണം അതേപോലെ തന്നെ വെസ്റ്റേണും പാടണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. ഓരോരുത്തരും അവരുടേതായിട്ടുള്ള ആ മേഖലയിൽ അവർ സൂപ്പറാണ്. എല്ലാ മേഖലയിലൊക്കെ തന്നെ ഒരുപാട് മേഖലകൾ അവർ പാടും. മനസ്സിലായില്ലേ? അതിനൊരു കുഴപ്പമില്ല. പിന്നെ പണ്ട് കാലത്തുള്ള ഒരു അതിശയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടെക്നിക്കലായിട്ട് ഒരു ഇതുമില്ല അവർക്ക്. അവർ പാടിയേ വെക്കൂ അല്ലെ. ഒരു ട്രാക്ക് പോലും ചിലപ്പോൾ മര്യാദക്ക് ഉണ്ടാവില്ല. ആ ട്രാക്കിന്റെ ഇടയിൽ കൂടി വേറെ ഇൻസ്ട്രുമെന്റ് ഒക്കെ കയറി വരും. അതുപോലെ ഒരു ട്രാക്കിലെ 2 ട്രാക്കിലൊക്കെ പാടണം. എന്നിട്ട് പോലും ഉള്ള ഭാവം അവർ ഒരു പരുക്കുമില്ലാതെയാണ് റഫീ സാബ്, കിഷോർ കുമാർ, മന്നാടയായാലും ഇങ്ങനെയുള്ള ആൾക്കാർ, മുകേഷ്, SPV, ദാസിയേട്ടൻ, ജാനകിയമ്മ, അവരുടെയൊക്കെ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഒരു ചെറിയൊരു അംശം അതാ കുറച്ച് നന്നാക്കാൻ വരെ നമുക്ക് തോന്നുന്നില്ല. ഞാൻ പലരുടെയും കൂടെ ഗാനങ്ങളൊക്കെ നടക്കുമ്പോഴേ അതിശയിച്ചു പോകും. എന്തൊരു ജന്മം ഇങ്ങനെ. ലൈവ് പാടുമ്പോഴും 2.5 മണിക്കൂർ പാടാൻ പറഞ്ഞാൽ 4 മണിക്കൂറൊക്കെ ഇട്ട് പാടിക്കും. ആൾക്കാർ പോവില്ല. പാടമ്മ പാട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കും. അങ്ങനെ സംഗീതത്തിന്റെ ആ ഒരു മാസ്മരികത അത്ര വലുതാണ്. നമ്മൾ അറിയുന്നില്ല. അതെ. ആ ഒരു ജന്മസിദ്ധം എന്ന് പറഞ്ഞാൽ അപാര ജന്മവാസനയാണ് അവർക്ക്. അതുകൊണ്ടാണ് അവരൊക്കെ ഇപ്പോഴും ഇമ്മോർട്ടൽ എന്ന് പറഞ്ഞ ഒരു പേരിൽ വിളിക്കുന്നത്. ഇപ്പം ഈ പറഞ്ഞ പോലെ ഹൊറർ ചെയ്യാന്ന്, ഹൊറർ ഒരു പാട്ടില് വരുത്തുക എന്ന് പറയുമ്പോ പുതുമഴയായി കേൾക്കുമ്പോഴത്തേക്ക് നമ്മൾ ശരിക്കും അത് ഭയങ്കര മെലോഡിക് ആയിട്ടുള്ള ഒരു സോങ് ആണ്. പക്ഷെ അല്ല, അതിന്റെ ഒരു വെല്ലുവിളി എന്ന് പറഞ്ഞാലേ വിനയൻ ഡയറക്ടർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേ പാട്ട് തന്നെ, ഇതേ ട്യൂണും ലിറിക്കും തന്നെ ഹൊറർ ആകണം, ഒപ്പം ഒരു 100 വർഷം മുമ്പുള്ള ഒരു റൊമാൻറ്റിക് മെലഡിയും ആകണം. അത് ദാസിയേട്ടൻ പാടുന്നു, ഇത് ചിത്ര പാടുന്നു. രണ്ടിനും ഒരു വരി പോലും അങ്ങോട്ട് മാറ്റാൻ പാടില്ല. അപ്പൊ അത് വെല്ലുവിളിയോടെ രമേശൻ നായരും സ്വീകരിച്ചു. ഞാൻ വേറെ കാര്യം, നമ്മളിപ്പോ നിങ്ങളിപ്പോ ഞങ്ങളോട് സംസാരിക്കണമെങ്കിലും ഞങ്ങളുടെ പാട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെ പകുതി ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ലിറിക് റൈറ്റർക്കാണ്. കൈതപ്രായാലും ഗിരീഷ് പുത്തഞ്ചേരിയൊക്കെ ആരാ. ഇന്നലെയും കൂടി ഒരുപാട് നേരം അദ്ദേഹത്തെ പറ്റി സംസാരിച്ചുള്ളൂ. അതേപോലെ രമേശൻ നായർ, BR പ്രസാദ് ആയിക്കോട്ടെ, ആരായാലും ഒരുപാട് പേര് നമ്മുടെ വിട്ടുപോയ ഒരുപാട് പേരുണ്ടല്ലേ. അനിൽ പനച്ചൂരാൻ. ഗിരീഷ് സാറുമായിട്ട് വർക്ക് ചെയ്തതിലുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വർക്ക് ആയിട്ട് സാറ് കണക്കാക്കുന്നത് ഏതായിരിക്കും? ഗിരീഷിന്റെ വർക്ക് തേന്മാവൻ കൊമ്പത്ത് തന്നെ അപാര വർക്കല്ലേ. തേന്മാവൻ കൊമ്പത്ത്, ചന്ദ്രലേഖ, അതൊക്കെ അപാര വർക്ക് തന്നെയാണ്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചന്ദ്രലേഖയിൽ ഇന്നലെ ഞാൻ സംസാരിച്ചപ്പോഴത്തേക്കും പറഞ്ഞ അമ്മുമ്മക്കിളി വായാടി. അപ്പൊ ഞാൻ പറഞ്ഞ അമ്മുമ്മക്കിളി വായാടി എന്നുള്ള ആ വരി എഴുതിയത് ഗിരീഷ് അല്ല, അത് പ്രിയദർശനാണ്. അമ്മു എന്നാണ് കല്യാണിനെ വിളിച്ചിരുന്നത്. കല്യാണിയില്ലേ, മകള് നടി അമ്മു. അപ്പൊ അദ്ദേഹത്തിന്റെ ആഗ്രഹം ഈ പാട്ടിൽ അമ്മു എന്നുള്ള പേരിൽ തുടങ്ങണമെന്ന്. അങ്ങനെ അമ്മുമ്മക്കിളി വായാടി. അവിടെ നിന്ന് ബാക്കി ഉള്ള എല്ലാം നിങ്ങൾ എഴുതിക്കോന്ന് പറഞ്ഞു. കഥയിലും ഒക്കെ വേണം, ട്യൂണിലും വെക്കണം. അതൊരു വെല്ലുവിളിയായിരുന്നു. പക്ഷെ അതൊക്കെ ഈസി ആയിട്ട് പുള്ളി കൈകാര്യം ചെയ്ത്. അതാണ് ഗിരീഷിന്റെ ഗുണം. അമ്മുമ്മക്കിളി വായാടി ആണെന്ന് തോന്നുന്നു. അത് എഴുതി അതല്ലേ ഇന്നലെ മയങ്ങുന്ന നേരം. അപ്പൊ എന്നോട് ഇന്നലെ സംസാരിച്ച വേറൊരു ലിറിക് റൈറ്ററാണ് പറഞ്ഞത്, അതിന്റെ ഒരു ആശയങ്ങളും അതിന്റെ കുറെ പദപ്രയോഗങ്ങളും പിന്നെയും പിന്നെയും എന്നുള്ള പാട്ടുണ്ടല്ലോ, അതും തമ്മിൽ ചെറിയൊരു സാമ്യം ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ അതൊരു സാമ്യം ഉണ്ടാകാൻ കാരണമുണ്ട്. അത് വന്ദന ടവേഴ്സ് എന്നുള്ള പ്രിയന്റെ ഫ്ലാറ്റിൽ പ്രിയൻ അപ്പുറത്തിരിക്കുന്നു, അപ്പുറത്തെ ഒരു മുറിയിൽ നിന്ന് സ്ക്രിപ്റ്റ് എഴുതുന്നു. ഞങ്ങള് MG ശ്രീകുമാർ ഉണ്ടാവും, ഞാൻ, ചേട്ടൻ, ഗിരീഷ് പുത്തഞ്ചേരി ഇതിന്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് പാട്ട് ചന്ദ്രലേഖന ചെയ്ത് ഇന്നലെ മയങ്ങുന്ന നേരം. ഇത് എഴുതിയിട്ട് പുള്ളി ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് പോയത് വിദ്യാസാഗറിന്റെ സ്റ്റുഡിയോയിലേക്കാണ്. അപ്പൊ അവിടെ തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു പാട്ട്. അതിന് അയാള് ഞാൻ ട്യൂൺ തരാൻ പറഞ്ഞപ്പോഴത്തേക്ക് അയാൾ പറഞ്ഞു എനിക്ക് ലിറിക്ക് എന്ന് പറയാം.
അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ വർത്താനം പറഞ്ഞ് അവസാനം പിന്നെ നിവൃത്തിയിലായപ്പോഴത്തേക്ക് ഞാൻ ലിറിക്ക് കൊടുത്ത്. ആ ലിറിക്കാണ് തിന്നുമ്പോൾ അതിൻ്റെ കാണിച്ചു തന്നു. പിന്നെയും എന്നുള്ളത്. അതപ്പം തന്നെ ഹാർമോണിയം വെച്ചിട്ട് പുള്ളി അങ്ങനെ ട്യൂൺ ചെയ്യുന്നത്. പുള്ളി ഇതുപോലെ വേറൊരു ലെജൻഡ്. ആ പിന്നെ അപ്പൊ അതുകൊണ്ടാണ് ഇതും അതും ഒരേ ദിവസം സംഭവിച്ചാണ്. അത് എനിക്ക് ഇന്നലെയാണ് മനസ്സിലായത്. ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ഓരോ സൃഷ്ടിയുടെ ഇടയിൽ. അല്ല ഇപ്പം ഈ പറഞ്ഞ പോലെ സാർ ഇപ്പൊ പറഞ്ഞപ്പോഴാണ് സൂചിപ്പിച്ചപ്പോഴാണ് പലപ്പോഴും കേൾക്കാറുണ്ട് ഈ മ്യൂസിക് അങ്ങോട്ടും ഇങ്ങോട്ടും കോപ്പി ആയിട്ട് വരുന്നു, അല്ലെങ്കിൽ കോപ്പി അടിക്കുന്നു, അങ്ങനത്തെ ഒരു വാദം പറയുന്നുണ്ടല്ലോ. അത് ആക്ച്വലി എന്താണ് സംഭവിക്കുന്നത്? നമ്മളിപ്പോ രാഗത്തിൻ്റെതാണോ, ഒരു രാഗം എടുക്കുമ്പോഴത്തേക്ക് വരുന്നതാണോ, അതെന്താണ്? അങ്ങനെയല്ല, ഒരു രാഗമാണെങ്കിലും നമ്മളതിനൊരു റിസർച്ച് മെന്റാലിറ്റി വേണം. മനസ്സിലായില്ലേ? റിസർച്ച് മെന്റാലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റി ഒറ്റടിക്ക് കിട്ടൂല. ഒരു ട്യൂൺ തന്നെ നമുക്കിപ്പോ ഒരു ട്യൂൺ ഇൻസ്പയർ ചെയ്തു, ആർക്കും സംഭവിക്കും. ദേവരായ മാഷ് പറഞ്ഞിട്ട് ഒരു ചുവരുണ്ടെങ്കിലേ ചിത്രം വരക്കാൻ പറ്റുള്ളൂ. ഒരു ചുവരായിട്ട് വിചാരിച്ചാൽ അതിന് ഒരു റെഫറൻസ് എന്നൊക്കെ വേണേൽ പറയാം. റെഫറൻസ് അങ്ങനെ തന്നെ ട്യൂൺ എടുത്തിട്ട് അങ്ങോട്ട് വേറെ പാട്ടൊന്നും എന്റെ പേരിൽ നിന്നും ഒരു പാട്ട് ഉണ്ടാക്കിയപ്പോൾ എന്ത് മ്യൂസിക് ഡയറക്ടർ. പക്ഷെ ആ റെഫറൻസ് വെച്ചിട്ട് നമുക്ക് സ്പാർക്ക് എന്ന് പറയാം അതിനെ. പെട്ടെന്ന് നമുക്കൊരു പ്രചോദനം കിട്ടും. ആ പ്രചോദനത്തിൽ നമ്മൾ ഉണ്ടാക്കിയ വേറെ ആയിരിക്കും. ഇനിയിപ്പോ അറിയാതെ നമ്മുടെ ഒരു ലൈൻ അതിൻ്റെ അകത്ത് ആയിപ്പോയെങ്കിൽ അത് കേൾക്കുമ്പോഴത്തേക്ക് ആരെങ്കിലും പറഞ്ഞു അയ്യോ അത് മറ്റേ ലൈൻ അങ്ങനെ തന്നെ ആയിപ്പോയെന്ന് പറഞ്ഞാൽ നമുക്കതൊന്നും ശ്രമിച്ചാൽ അത് മാറ്റിയെടുക്കാൻ പറ്റും. കാര്യം 7 സ്വരങ്ങളെ ഉള്ളെങ്കിലും കാര്യമൊന്നുമില്ല, നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റും. എന്തൊക്കെ വെറൈറ്റിയിൽ നമുക്ക് ഐഡിയാസ് വരും എന്നറിയാം. അതില്ലാതെ ഇതൊക്കെ മതി എന്ന് പറഞ്ഞത് പോയാലാണ് ഈ കോപ്പിയടിയാണ്. കോപ്പിയടിയുണ്ട്, ഇൻസ്പിറേഷനും ഉണ്ട്, ഒന്നുമില്ലാത്ത തനതായ സംഗീതമുണ്ട്. തനതായ സംഗീതം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ടൊക്കെ നമ്മുടെ ത്യാഗരാജ ഭാഗവതരൊക്കെ ചെയ്ത പോലെ അവർക്ക് കോപ്പി അടിക്കാനൊന്നുമില്ല. അവര് രാഗം സരിഗമ പദനീസ എന്നുള്ള ഒരൊറ്റ ആരോഹണം മാത്രം അവരുടെ കയ്യിൽ അതിനു മുമ്പുള്ള ആൾക്കാർ ചെയ്തിട്ടുള്ളൂ. ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോട് ആദ്യം പറഞ്ഞു കൊടുക്കുന്നത് സംഗീതത്തിന്റെ ഉൽപ്പത്തിയാണ്. അവർക്കൊരു ബഹുമാനം കിട്ടിയിട്ടായിരുന്നു കരുതി. എങ്ങനെ ഒരു രാഗത്തിന് 7 സ്വരങ്ങൾ ഉണ്ടായി എന്നുള്ളത് നൂറ്റാണ്ടുകൾ കൊണ്ട് എങ്ങനെ ഉണ്ടായി? അവരൊന്നും ഇല്ലാണ്ട് ഉണ്ടാക്കിയാണ്. ദൈവമാണ് ഇതെല്ലാം ഈ സരിഗമപദനീസ എന്നുള്ള 7 സ്വരം പ്രപഞ്ചത്തിലേക്ക് ഇട്ടുവന്ന് പ്രകൃതിയിലേക്ക്. പക്ഷെ അത് കണ്ടുപിടിച്ചാണ് ഇവര് മഹാന്മാര്. ആ കണ്ടുപിടിക്കാൻ വേണ്ടി അവർക്ക് ഒറ്റ പൈസ ഒരു ഗ്രാൻഡും കിട്ടിയിട്ടില്ല, ഒന്നും കിട്ടിയിട്ടില്ല, പട്ടിണി തന്നെയായിരിക്കും. പിന്നെ രാഗങ്ങൾ ഉണ്ടാക്കിയവർക്ക് ഒറ്റ പൈസയും കിട്ടിയിട്ടില്ല. പിന്നീട് കൃതികൾ ഉണ്ടാക്കിയവർക്ക് അവർക്കും കിട്ടിയിട്ടുണ്ടാവില്ല ഒന്നും. പക്ഷെ അതിൽ നിന്ന് പിന്നെ ഡൈല്യൂട്ട് ചെയ്താണ് സിനിമാ പാട്ടുകളും ലളിതഗാനങ്ങളൊക്കെ വന്നത്. പിന്നെ ഇപ്പൊ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ രാഗത്തിലോടും രാഗത്തിന്റെ നിയമത്തോടും അതേപോലെ അതിൽ വന്ന കൃതികളോടൊക്കെ ഒരുപാട് അറ്റാച്ച് ചെയ്താണല്ലോ, ഒരുപാട് അടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നല്ല ഐഡിയാസ് പുതിയ വരും. അതൊന്നും ഇല്ലാണ്ട് ഒരു സിനിമാ പാട്ട് മാത്രം കേട്ടിട്ട് അതേപോലത്തെ സിനിമാ പാട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെ കോപ്പി ആയിപ്പോ. നമുക്ക് കൂടുതൽ ഡെപ്ത് ഇല്ലല്ലോ നമ്മുടെ അറിവിന്. അതുകൊണ്ടാണ് കോപ്പി വരണമെങ്കിൽ തന്നെ വരുന്നത്. പിന്നെ കൂടാണ്ട് ചില ഫോഴ്സ് കൊണ്ട് വേണേൽ കോപ്പി അടിക്കാം. നിങ്ങളൊരു പ്രൊഡ്യൂസറാണ് അല്ലെങ്കിൽ ഡയറക്ടറാണ്, എനിക്ക് ട്യൂൺ മതി എന്ന് പറഞ്ഞു നമ്മളെ പ്രോജക്റ്റിൽ കമ്മിറ്റ് ചെയ്ത് പോയി എന്ത് ചെയ്യും എന്ന് ഓർത്തിട്ടൊക്കെ വേണമെങ്കിൽ ചിലപ്പോൾ പല ഘടകങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയും ആകാം. പക്ഷെ നമുക്ക് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഓരോ സാഹചര്യമല്ലേ. ഈ ഫാസ്റ്റ് നമ്പർ സോങ്സ് ഭയങ്കര എളുപ്പത്തിൽ ചെയ്യാന്ന് പറയുന്നത് ഒരു പ്രത്യേകതയായിട്ട് പ്രിയൻ സാർ ഒക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതിന്റെ ഒരു സംഭവങ്ങളൊക്കെ നമ്മൾ ആർട്ടിക്കിൾസ് ഒക്കെ വായിച്ചിട്ടുണ്ട്. അപ്പോ അതെങ്ങനെയാണ് ആക്ച്വലി, അതെന്തായിരുന്നു ആ ഇത്? അല്ല, അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറുത്തവെണ്ണയുടെ കമ്പോസിങ് നമ്മുടെ എറണാകുളത്ത് BTH നടക്കുന്നു. അപ്പൊ നിലാപ്പൊങ്കലായാലോ എന്നുള്ള പാട്ട് കമ്പോസ് ചെയ്തു. അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ നിങ്ങളുടെ കറുത്ത പെണ്ണ എന്ന ഓണപ്പാട്ടുകളിൽ നിന്നുള്ള അദ്ദേഹം ആകർഷണമായിട്ട് ഇവിടെ ഞങ്ങളുടെ അടുത്ത് വന്ന് കറുത്ത പെണ്ണെ പാടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കറുത്ത പെണ്ണെ പാടി. അതിൻ്റെ അകത്തുള്ള തുടിച്ചു തുള്ളും മനസ്സിനുള്ളിൽ ഇങ്ങനെയായിരുന്നു എന്റെ ട്യൂൺ. അപ്പൊ അത്രയും നേരം ഇങ്ങനെ ഈ പാട്ടിൽ ഓരോ വരികളിലും ഞാൻ ലാലിനെ കാണുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വലിയ സന്തോഷിച്ച് ഇരിക്കുകയായിരുന്നു, ചിരിച്ചിട്ടുണ്ടെങ്കിൽ ഇരിക്കുകയായിരുന്നു. അപ്പൊ പെട്ടെന്ന് പറയുമ്പോഴത്തേക്കും അതൊന്നും ഒന്നുകൂടി പാടിക്കുക. ഞാൻ അങ്ങനെ ഒന്നുകൂടി പാടി. ഇതാരാ പാടാൻ പോണം? MG ശ്രീകുമാർ കറക്റ്റായിട്ട് പാടും. MG ശ്രീകുമാർ മാത്രം പാടിയാൽ മതിയാ, എനിക്കും പാടണ്ടേത്. ഈ പ്രദേശത്തുള്ള കംപ്ലീറ്റ് നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും പാടണ്ടേ എന്ന് പറഞ്ഞു. MG ശ്രീകുമാറിന് മാത്രം പാടാനാണ് നമ്മളതിനെ അതിനെ പാട്ടുണ്ടാക്കണേ എന്ന് പറഞ്ഞു. നിങ്ങൾ കുറച്ച് സ്വീറ്റ് ബട്ട് സിമ്പിൾ അട്രാക്റ്റീവ് എന്നാൽ പുതുമയും വേണം, അങ്ങനത്തെ ട്യൂൺ ഉണ്ടാക്കുക. അങ്ങനെയാണ് അപ്പൊ തന്നെ ഉണ്ടാക്കി. ഇപ്പൊ കൊള്ളാം. ഇതേപോലെയുള്ള ട്യൂണുകളായിരിക്കും ഉണ്ടാക്കുന്നത്. ഒരു ഉപദേശം തന്നത് ആദ്യമായിട്ട്. അതിനുശേഷം ഞങ്ങൾ കസരത്ത് ഒന്നും കാണിച്ചിട്ടില്ല. കസരത്ത് കാണിക്കണമെങ്കിൽ മറ്റേ ചെസ്സിലൊക്കെ ചന്തം കാളന്തിക്ക് വേണ്ടിയൊക്കെ
പർട്ടിക്കുലർ ആയിട്ട് കാണിക്കും. അങ്ങനെ വരണ്ടപ്പോ വരണ്ട, മാത്രം. അങ്ങനെ കസർത്ത് വേണം എന്നുള്ള സിറ്റുവേഷനിൽ മാത്രം. അപ്പൊ അതിന് മുടച്ചു നിൽക്കില്ല. മറ്റെങ്ങനെ തന്നെ ഞാനിപ്പോ ഇങ്ങനെ ഹാർമോണിയം വായിക്കും, ചേട്ടൻ എന്തെങ്കിലും ഹാർമോണിയം വായിക്കും. അപ്പൊ അതൊക്കെ ഒന്ന് ആൾക്കാരെ ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി ചെയ്യണ പോലെ നമുക്ക് അത്ര പക്വത ആയിട്ടില്ലായിരുന്നു. പിന്നീടാണ് മനസ്സിലായത് നമ്മൾ ഇടുന്ന ഓരോ ട്യൂണും ജനങ്ങൾ ഏറ്റു പാടണം. അതിന് പ്രത്യേകിച്ച് പ്രായഭേദമന്യേ ചെറുപ്പം മുതല് വയസ്സായിട്ടുള്ള ആൾക്കാർക്ക് വരെ പാടാൻ പറ്റണം എന്നൊക്കെയുള്ള ഒരു ചിന്ത വന്നത് ഇതിൽ അവിടെ നിന്നാണ്. നിന്നായിരുന്നു. ഓക്കെ. ഓക്കെ. ഇപ്പം ആക്ച്വലി നോക്കുകയാണെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞു ടാൻസിനായിട്ടാണ് ഇപ്പം സാറ് വർക്ക് ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പോ ഇടനെഞ്ചിലെ മോഹം എന്ന് പറഞ്ഞൊരു സോങ് ഇറങ്ങി അത് ഭയങ്കരമായിട്ട് ആളുകളിലേക്ക് എത്തുകയും ചെയ്തു. അതെ. ആ സോങ് ഒന്ന് എനിക്ക് കേൾക്കണം. പക്ഷെ അതുപോലെ തന്നെ ഇപ്പൊ എന്തൊക്കെ വർക്ക്സ് ആണ് സാറും ടാൻസിനും കൂടെ ചെയ്തോണ്ടിരിക്കുന്നത്? ഞാൻ ടാൻസിന് ഞാനിവിടെ ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു 3-4 വർഷമായിട്ടുണ്ടാവും. ഞാൻ ഇനി നിർത്താം, ചേട്ടൻ ഇനി ഇല്ല ചെയ്യുന്നില്ല എന്ന് പറഞ്ഞപ്പോ പിന്നെ ഞാൻ 10-40 വർഷങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ട് ഇനിയിപ്പോ ഈ പ്രായത്തിൽ എന്തിനാ ഇങ്ങനെ ഒരാൾ ചെയ്ത് ടെൻഷൻ അനുഭവിക്കണം, ഞാൻ വേറെ വല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ ഞാൻ ജീവിച്ചോളാം എന്നുള്ള അവസ്ഥ കഴിയുമ്പോഴത്തേക്കുമാണ് എൻ്റെ വൈഫ് പറഞ്ഞത് അത് പറ്റില്ല, ഇതൊരു ഡിവൈൻ ജോബാണ്, പ്രൊഫഷനാണ്, അത് നിർത്താൻ പാടില്ല, എല്ലാവർക്കും പറ്റിയ പണിയല്ല ഇത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ഒറ്റക്കൊന്നും ചെയ്യില്ല, എന്ത് ഡിവൈനാണെങ്കിലും എന്ന് പറഞ്ഞു. മക്കളൊക്കെ ഇതിനോട് ഇഷ്ടമുള്ളവരല്ല. ഞാൻ പറഞ്ഞു രണ്ടാമത്തവൻ ഇപ്പോൾ കൽക്കട്ടയിലാണ്, അത് കഴിഞ്ഞ് പിന്നെ അവൻ ഇങ്ങോട്ടൊന്നും വരില്ല. അപ്പൊ ആ സ്ഥിതിക്ക് അവനെ ഇനിയിപ്പോൾ നമുക്ക് ആശ്രയിക്കാൻ പറ്റില്ല. പിന്നെ ഇവനാണെന്നാണെങ്കിൽ ഇവൻ സ്വന്തമായിട്ട് പ്രോഗ്രാമിങ്ങും അതേപോലെ പാട്ട് കമ്പോസിങ്ങും എല്ലാം ഉണ്ട്. ഇവങ്ങനെ കൂട്ട് കൃഷി നടത്തുവാന്ന് എനിക്കറിയാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവനോട് വന്നു. അപ്പൊ വൈഫ് പറഞ്ഞടാ അപ്പച്ചൻ്റെ കൂടെ അപ്പച്ചനൊന്ന് ഹെൽപ്പ് ചെയ്യും, അപ്പച്ചൻ നീ ഇല്ലെന്നാണെങ്കിൽ ചെയ്യൂല എന്നാ പറഞ്ഞതെന്ന് പറഞ്ഞു. അവർ അയ്യോ അപ്പച്ചൻ്റെ കൂടെ ഞാനില്ല, അപ്പച്ചൻ ഇത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളുടെ കൂടെ ഞാൻ എന്ത് ചെയ്യാനാന്ന് പറഞ്ഞു. നമ്മുടെ എക്സ്പീരിയൻസ് ഒന്നും നീ നോക്കണ്ട, ഞാൻ എന്തെങ്കിലും ചെയ്യും, നീ അപ്പം അതിൻ്റെ അകത്ത് ഇപ്പോഴത്തെ തലമുറക്ക് പറ്റിയ വേറെ ഉണ്ടെങ്കിൽ അത് ചേർക്കുക, അല്ലെങ്കിൽ പറ്റാത്തതാണെങ്കിൽ നീ അത് പറഞ്ഞാൽ മതി, അപ്പോൾ അതൊക്കെ മാറ്റി ചെയ്യാം. പിന്നെ കൂടാണ്ട് ടെക്നിക്കൽ കാര്യങ്ങൾ നിനക്ക് കൂടുതൽ അറിയാം, റെക്കോർഡിങ്ങിന്റെ കാര്യത്തിലും പ്രോഗ്രാമിങ്ങിന്റെ കാര്യത്തിലും ഇപ്പോഴത്തെ ടോൺസിന്റെ കാര്യത്തിലും ഇപ്പോഴത്തെ ആളുകളെ പറ്റിയൊക്കെ നിനക്കറിയാം. ആ ഒരു ഹെൽപ്പ് കിട്ടിയാൽ മതി. അന്ന ശരി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തുടങ്ങിയതാണ്. പക്ഷെ എല്ലാം ഒന്നിനൊന്ന് വിജയമായിരുന്നു എന്നുള്ള ദൈവാനുഗ്രഹം. ഒരുപാട് ഇന്റർനാഷണൽ വർക്ക് വരെ ചെയ്തു. കാനഡിയൻ പ്രീസ്റ്റിന്റെ ഒരു വർക്ക് ചെയ്തു, അത് ഇന്റർനാഷണൽ സബ്ജക്റ്റ് ആയിരുന്നു. പിന്നെ കൂടാണ്ട് ഏറ്റവും ആൽബത്തിന്റെ കാര്യത്തിൽ ഏറ്റവും ഞങ്ങൾക്ക് ഒരു അഭിമാനം തോന്നിയ ഒരു അമേരിക്കയിൽ നിന്ന് വന്ന ഒരു ലേഡി, അവിടുത്തെ ഡാൻസ് സ്കൂൾ നടത്തുന്ന ഒരു ലേഡി, നമ്മൾ മലയാളി തന്നെയാണ്. അവരവിടെ അമേരിക്കയിലെ 2-3 സ്ഥലത്ത് ഷോ നടത്തി. അത് ഇംഗ്ലീഷ് പ്ലസ് ക്ലിയോപാട്രയുടെ അവരുടെ ഒരു കാഴ്ചപ്പാടിലുള്ള ഒരു ഷോ ആയിരുന്നു, ഇംഗ്ലീഷ് ആയിരുന്നു. അപ്പൊ അതിൻ്റെ അകത്ത് മോഹിനിയാട്ടം, കഥകളി എല്ലാം ഉണ്ടെങ്കിലും വെസ്റ്റേൺ എലമെന്റ്സ് ഒരുപാടുണ്ട്. അപ്പൊ ഞങ്ങൾ ചെയ്തത് ഇംഗ്ലീഷ് സോങ് ആണ്. അതൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ അത് അവിടെ നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു, അവിടെയുള്ളവർക്ക് ഇഷ്ടപ്പെട്ടു, കണ്ടവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ വലിയൊരു സന്തോഷമായിരുന്നു ഞങ്ങൾക്ക്. എല്ലാം ഇവിടെ നിന്ന് റെക്കോർഡിങ് അടക്കം ഞങ്ങളെ കൊണ്ടുപോയത്. അതിനകത്ത് 1 ലൈൻ മെലഡി മാത്രം അവിടെ നിന്ന് അമേരിക്കയിൽ ജനിച്ചു വളർന്ന ഒരു മലയാളി, നമുക്ക് അമേരിക്കൻ തന്നെ എന്ന് വേണമെങ്കിൽ പറയാം, അദ്ദേഹം ട്യൂൺ ചെയ്തത് തിരുക്കും അദ്ദേഹം തന്നെ, അതൊഴിച്ച് ബാക്കി ഓർക്കസ്ട്രേഷൻ, പാർട്സ്, അറേഞ്ച്മെന്റ് കംപ്ലീറ്റ് എല്ലാം കൊച്ചിയിൽ നിന്ന് തന്നെ ചെയ്ത്, റെക്കോർഡിങ് അടക്കം. അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞു. പിന്നീടാണ് ഞങ്ങൾക്ക് ഈ ഒരു വടക്കൻ തേരോട്ടം എന്നുള്ള സിനിമ വരുന്നത്. സിനിമ വരുമ്പോഴും അതിനു മുമ്പൊക്കെ ഇഷ്ട സിനിമകൾ വരുമായിരുന്നു. വരുമ്പോഴും ഞാൻ പറഞ്ഞിങ്ങനെ ബേണി ഞാൻ ഡാൻസറാണ്, ബേണി ഇഗ്നേഴ്സ് അല്ല എന്ന് പറയുമ്പോഴത്തേക്കും ശരി നോക്കാം എന്നൊക്കെ പറഞ്ഞു പോകും. ചില ആൾക്കാർ ചെയ്യാൻ വേണ്ടി ഇവിടെ കഥയൊക്കെ പറയും, കഥ പറഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവർക്ക് പ്രൊജക്റ്റ് അങ്ങോട്ട് എന്തെങ്കിലും കാരണവശാൽ, പല കാരണങ്ങളുണ്ടല്ലോ, നിന്നു പോകും. ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കുമാണ് ഈ വടക്കൻ തേരോട്ടത്തിന്റെ ഡയറക്ടർ ബിനു രാജും സ്ക്രിപ്റ്റ് റൈറ്റർ മനു കൂടി വന്ന് കഥയെല്ലാം പറഞ്ഞു തന്നു. എന്നിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞ് ഞങ്ങളിങ്ങനെയാണ് ബാനർ, ഇങ്ങനെയാണ്, നമുക്ക് ബാനർ വേണ്ട, നല്ല പാട്ട് കിട്ടിയാൽ മതി, ബേണിച്ചേട്ടനിൽ നിന്ന് അത് കിട്ടും നല്ല വിശ്വാസമുണ്ട്, താൻസിനെ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, അപ്പോൾ നിങ്ങൾ തുടങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ ഇതുപോലെ തന്നെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 3-4 ട്യൂൺ കേൾപ്പിച്ചു കൊടുക്കും. അതിൽ നിന്ന് അവർക്ക് നന്നായിട്ട് അത് സെലക്ട് ചെയ്യാൻ അറിയാം, നന്നായിട്ട് പിക്ചറൈസ് ചെയ്യാൻ അറിയാം, കഥ കൊണ്ടുപോകാൻ അറിയാം, എല്ലാ കാര്യവും. അപ്പം അങ്ങനെ 2 പാട്ട്. അപ്പം എന്ന് പറഞ്ഞാൽ നമുക്ക് പല ആൾക്കാരും ഇവിടെ വരുന്നവരൊക്കെ തന്നെ പറയുന്നത് അടിപൊളി അടിപൊളി അടിപൊളി, അപ്പൊ അതാണ് ട്രെൻഡ്, അടിപൊളി അടിപൊളി. അപ്പൊ നമുക്കൊന്നും ചെയ്യാനില്ല, നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്നും എൻ്റെ അത് പ്രയോഗിക്കാനില്ല. പക്ഷേ ഇങ്ങോട്ട് പറഞ്ഞതല്ല, നിങ്ങളൊക്കെ പണ്ട് ചെയ്ത് ജനങ്ങൾ മൂളിക്കൊണ്ടിരുന്ന പാട്ട് തന്നെ ആ ഒരു ടൈപ്പ് തന്നെ വേണം, പുതിയതായിരിക്കണം, സൗണ്ടിങ് മാത്രം നിങ്ങൾ പുതിയത് നോക്കുക, ഓർക്കസ്ട്രേഷൻ പുതിയതായിരിക്കണം. അപ്പൊ അത് നമുക്കൊരു കറക്റ്റ് കാര്യമാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ തന്നെ ചെയ്തത്. അല്ലാണ്ട് നമ്മളുടെ ഇഷ്ടത്തിന് ഒരു സിനിമയിൽ അല്ലെങ്കിൽ ഏത് ആൽബം ആണെങ്കിൽ പോലും ചെയ്യാൻ പറ്റില്ല.
അവർ നമ്മളെ ഏൽപ്പിക്കുന്ന ആൾക്കാർ എന്താണ് നമ്മളോട് ആവശ്യപ്പെടുന്നത് അതാണ് ചെയ്തു കൊടുക്കേണ്ടത്. എന്ത് വേണമെങ്കിലും ആകാം, സിനിമയിൽ പ്രത്യേകിച്ചും അല്ലേ. സിനിമയിൽ ഒരു സിറ്റുവേഷൻ നമുക്ക് പറ്റിയ സിറ്റുവേഷൻ ഇല്ല, ലോകത്തിൽ എന്തൊക്കെ സിറ്റുവേഷൻ അതൊക്കെ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അതാണ്. ഓക്കെ, നമുക്ക് ഇടനെഞ്ചിലെ മോഹം കേൾക്കാം. ഇടനെഞ്ചിലെ മോഹം ഇതൾ നീർത്തണ കാലം, കണ്ണോരം കാത്തത് നീയല്ലേ, കരളാകെ പൂത്തത് മന്നല്ലേ, 17 പാടം കതിരിട്ടൊരു കാലം, കനവുണ്ണാൻ വന്നത് നീയല്ലേ, കളിവാക്കോ ചൊല്ലിയതെന്നല്ലേ, വന്ന് കൊഞ്ചുന്ന പൂങ്കാറ്റിൽ നിന്നു പാടുന്ന പാട്ടാനെ, മെല്ലെ മെല്ലെ പ്രാണനൊന്നു ചേർന്നു. ഭയങ്കര ഒരു ഫ്രഷ്നെസ് ആണ് ആക്ച്വലി കേൾക്കുമ്പോ. അതാണ് സാർ, എനിക്ക് തോന്നുന്നു സാറിന്റെയും ഇഗ്നേഷ്യസ് സാറിന്റെ ആണെങ്കിൽ ആ ഒരു കോംബോയിൽ വരുന്ന ബേനി ഇഗ്നേഷ്യസ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഫ്രഷ്നെസ്സും ഭയങ്കര ഒരു നമ്മളെ സമാധാനത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ഫീലൊക്കെയാണ്. പിന്നെ എനിക്ക് ഒരു പാട്ടും കൂടി സാറിനെ പാടിപ്പിക്കാനുണ്ട്. നമ്മുടെ തിയേറ്റർ ഇനി കോളൊക്കെ സൃഷ്ടിക്കാൻ പോകുന്ന ഒരു പാട്ടായിട്ട് ഞാൻ മുൻകൂട്ടി കാണുകയാണ്, തിങ്കളെ പൂത്തിങ്കളെ. തിങ്കളേ പൂത്തിങ്കളെ ഇനി ഒളി കണ്ണെറിയരുതേ, ഇവൾക്കൊരുവൻ കിഴക്കുതിച്ചേ, ഇന്ന് താരിപ്പീലി പൊന്നും കെട്ടി മുത്തഴക് മണിച്ചെറുക്കൻ. തിങ്കളേ പൂത്തിങ്കളെ ഇനി ഒളി കണ്ണെറിയരുതേ. ഓ, ജെൻസി പിള്ളേര് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്യാണ് കേട്ടോ ഈ പാട്ടൊക്കെ. ജെൻസി എന്നാണ് പറയുന്നത് ഇപ്പോഴത്തെ കുട്ടികളെ. അപ്പൊ സാറിന്റെ ഒരു മെമ്മറി ഇല്ലേ, ഇപ്പം ഇനി ഏതൊരു സിനിമയാണ് സാറിന്റെ പാട്ടുകൾ ബിഗ് സ്ക്രീനിൽ ഒന്നുകൂടി കേൾക്കണം എന്ന് ആഗ്രഹം? റീ റിലീസ് ചെയ്തു വരണമെന്ന് ആഗ്രഹമുള്ള ഒരു പടം തന്നെയാണ് തേന്മാവൻ കുമ്പത്ത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കറുത്ത വെണ്ണ എന്നുള്ള പാട്ട്, കള്ളിപ്പൂങ്കുല എന്നുള്ള പാട്ടൊക്കെ നേരത്തെ രഞ്ജിനി കാസറ്റിന് ചെയ്തതാണ്. പക്ഷേ ഈ പാട്ടിന് ഇത്ര ഹൈറ്റിൽ എത്തിക്കാൻ പറ്റുമെന്ന് തിരിച്ചറിഞ്ഞത് ആ പടം കണ്ടപ്പോഴാണ്. അതിൽ മോഹൻലാൽ, ശോഭന, കോസ്റ്റ്യൂംസ്, അതിൻ്റെ അതേപോലെ എൻ്റെ ആർട്ട് വർക്കുകൾ, പിന്നെ ആ സിനിമയുടെ ആ പോക്കും, ആ സമയത്ത് ഉള്ള അത് പാട്ട് തുടങ്ങാനുള്ള ആ ഒരു സന്ദർഭം, ഇതെല്ലാം അതിൻ്റെ ഓർക്കസ്ട്രേഷൻ, അതിൻ്റെ റെക്കോർഡിങ്ങിൻ്റെ, മിക്സിങ്ങിൻ്റെയൊക്കെ എഫക്റ്റ്, എല്ലാം പ്രിയദർശൻ്റെ ആ ഒരു മനോഹരമായ പിക്ചറൈസേഷൻ എല്ലാം കൂടി കേട്ട് സത്യം പറഞ്ഞാൽ കരഞ്ഞുപോയി. കരഞ്ഞത് സങ്കടം കൊണ്ടല്ല, സന്തോഷം കൊണ്ട്. അപ്പൊ അതൊന്നും കൂടെ തിയേറ്ററിൽ പുതിയ രീതിയിൽ ഒന്ന് കാണണം എന്ന് വലിയ ആഗ്രഹമുണ്ട്. അപ്പൊ എന്തായാലും സാർ നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് പാട്ടുകൾ പാടി തന്നു, ഒരുപാട് വിശേഷങ്ങൾ പങ്കുവച്ചു. ഭയങ്കര ആക്ച്വലി സാറിന്റെ മൂവീസിന്റെ ഒരു പകുതിയിൽ ഒരു അംശം പോലും ആയിട്ടില്ല ഞാൻ ഇന്നിപ്പം നമ്മളിപ്പോ 1 മണിക്കൂർ അടുത്ത് സംസാരിച്ചിട്ട്. ഇനി ഒരുപാടുണ്ട് ചോദിക്കാനാണെങ്കിൽ, നമുക്ക് ചെയ്യാലോ, സമയമുണ്ടല്ലോ, അതെ വിചാരിക്കാം. ഓക്കെ സാർ, അപ്പൊ താങ്ക് യു സോ മച്ച്. ബിഹൈൻഡ് ദ ഫ്രെയിം, അതായത് BTF നെറ്റ്വർക്കിൻ്റെ എല്ലാമായ അജ്നയ്ക്കും ഇതിൻ്റെ മറ്റുള്ള എല്ലാ സഹപ്രവർത്തകർക്കും ഇതിൻ്റെ പ്രേക്ഷകർക്കും എല്ലാം എൻ്റെ എല്ലാവിധ ആശംസകളും നന്ദിയും അർപ്പിക്കുന്നു. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു.